ക്രൂശിതാനിറയൂ പകരുമെൻ്റെ പ്രാണനിൽ നിൻ ജീവനേകണേ. നിറയുമെൻ്റെ മിഴികളിൽ ക്രൂശിതാനിറയൂ പീഡയുമെൻ്റെ പ്രാണനിൽ നിൻ ജീവനേകണേ. കുരിശിലെൻ്റെ ജീവിതം ചേർത്തിടേണമെന്നു വീണിടാതെ നിന്റെ പാതി സഞ്ചരിച്ചിടാം. കുരിശിലെൻ്റെ ജീവിതം ചേർത്തിടേണമെന്നു വീണിടാതെ നിന്റെ പാതി സഞ്ചരിച്ചിടാം. കരുണയോടെ ചേർത്ത് നിർത്തി കരമിന്നേകണേ. കരയുമെൻ്റെ മിഴികളിൽ നിൻ സ്പർശമേകണേ. കരുണയോടെ ചേർത്ത് നിർത്തി കരമിന്നേകണേ. കരയുമെൻ്റെ മിഴികളിൽ നിൻ സ്പർശമേകണേ. തിരുവിലാവിൻ ചൂടിനാലിൻ മുറിവുണക്കണേ. കൃപയെന്നിരളണേ പൊന്നുനാഥനേ. തിരുവിലാവിൻ ചൂടിനാലിൻ മുറിവുണക്കണേ. കരുണയോടെ നിൽക്കണേ പൊന്നുനാഥനേ. നിറയുമെൻ്റെ മിഴികളിൽ ക്രൂശിതാനിറയൂ പീഡയുമെൻ്റെ പ്രാണനിൽ എൻ ജീവനേകണേ. കാൽവരി തൻ കുരിശിലെന്നെ പൂർണ്ണനാക്കണേ. തിരുമുഖമായി മാറ്റണേ ഇന്നെൻ്റെ ജീവിതം. കാൽവരി തൻ കുരിശിലെന്നെ പൂർണ്ണനാക്കണേ. തിരുമുഖമായി മാറ്റണേ ഇന്നെൻ്റെ ജീവിതം. കുരിശിലേറ്റ മുറിവിനാൽ നിൻ സൗഖ്യമേകണേ. കൃപയെന്നിലരുളണേ പൊന്നുനാഥനേ. കുരിശിലേറ്റ മുറിവിനാൽ നിൻ സൗഖ്യമേകണേ. കൃപയെന്നിലരുളണേ പൊന്നുനാഥനേ. നിറയുമെൻ്റെ മിഴികളിൽ ക്രൂശിതാനിറയൂ പീഡയുമെൻ്റെ പ്രാണനിൽ നിൻ ജീവനേകണേ. കുരിശിലെൻ്റെ ജീവിതം ചേർത്തിടേണമെന്നു വീണിടാതെ നിന്റെ പാതി സഞ്ചരിച്ചിടാം. കുരിശിലെൻ്റെ ജീവിതം ചേർത്തിടേണമെന്നു വീണിടാതെ നിന്റെ പാതി സഞ്ചരിച്ചിടാം.
ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
സ്നേഹസക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ആത്മാവിനൾ തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹസക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ, ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓരോ നിമിഷവും കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി. ഓരോ നിമിഷവും കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി. നൊമ്പരമൊപ്പുന്ന കരങ്ങളാലേ അകതാരിൽ സൗഖ്യത്തിൻ സ്പർശമായി. നൊമ്പരമൊപ്പുന്ന കരങ്ങളാലേ അകതാരിൽ സൗഖ്യത്തിൻ സ്പർശമായി. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓരോ ശ്വാസവും സ്തുതികളായി അങ്ങയെ വാഴ്ത്തുന്ന ഗീതമായി. ഓരോ ശ്വാസവും സ്തുതികളായി അങ്ങയെ വാഴ്ത്തുന്ന ഗീതമായി. മാനസതന്ത്രികൾ നീട്ടിയെന്നും പാടിടാം ഞാനങ്ങി ദാസനായി. മാനസതന്ത്രികൾ നീട്ടിയെന്നും പാടിടാം ഞാനങ്ങി ദാസനായി. ആത്മാവിനൾ തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹസക്രാരിക്കുള്ളിൽ ഈശോ
ഈശോ നീ വന്നു വാഴണമേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ.
നമുക്കെല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. പുറത്തുള്ളവരും അകത്തുള്ളവരും ഒക്കെ ഭക്തിയോടെ തീക്ഷ്ണതയോടെ യേശുവിന് മുമ്പിൽ പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധമായ കുമ്പസാരം എന്ന പുണ്യപ്പെട്ട കൂദാശയിൽ യേശു നമ്മുടെ ശിരസിൽ കരങ്ങൾ വെച്ചിട്ട് അവൻ ആശീർവദിച്ച് വിശുദ്ധീകരിച്ചു. ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. പാപരിയായ സ്ത്രീ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ജനം കൊണ്ടുവന്നു. യേശു അവളെ രക്ഷിച്ചു. യേശു ആ പെണ്ണിനോട് ചോദിച്ചു, മോളെ, ആരും നിന്നെ വിധിച്ചില്ലല്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ വയ്ക്കോ, മേലിൽ പാപം ചെയ്യരുത്. ഒരുപക്ഷെ കണ്ണുനീർ വാർത്തിരുന്ന പെണ്ണ് അപമാന ഭാരത്താൽ, വേദനയാൽ, പശ്ചാത്താപത്താൽ കണ്ണീരൊഴുക്കി താഴേക്ക് നോക്കിയിരുന്ന പെണ്ണ് ആദ്യമായി സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയ സമയമായിരുന്നു അത്. അവൾ കണ്ണുകൾ ഉയർത്തി യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിലെല്ലാം ഉണ്ടായിരുന്നു യേശു പറഞ്ഞ ആ വചനത്തിന്റെ മറുപടി. യേശു പറഞ്ഞത് എന്താ? മോളെ, ആരും നിന്നെ വിധിച്ചില്ലല്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ വയ്ക്കോ, മേലിൽ പാപം ചെയ്യരുത്. അവള് നിശബ്ദമായി യേശുവിന്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, യേശുവേ, ഇനി മേലിൽ ഞാൻ പാപം ചെയ്യില്ല. ഇന്ന് കുമ്പസാര കൂട്ടിൽ യേശു ഇത് തന്നെ നമ്മോട് ആവർത്തിച്ചു. മോളെ, മോനെ, എല്ലാം ഞാൻ ക്ഷമിക്കാണ്, പൊറുക്കാണ്, ഇനി മേലിൽ പാപം ചെയ്യരുത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇനി മറുപടി പറയാനുള്ള സമയമാണ്. ആരാധനയുടെ ഈ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം തമ്പുരാൻ നമ്മുടെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് തരുമ്പോൾ ആ വിശുദ്ധ കുർബാനയെ നോക്കിയിട്ട് നമുക്ക് പറയാം മറുപടി, ഇനിമേൽ പാപം ചെയ്യില്ലെന്ന്. നിശബ്ദമായി ഇരു കൈകളും ഒന്ന് തമ്പുരാന്റെ മുമ്പിലേക്ക് ഒന്ന് ഇട്ടുപിടിച്ച് തീക്ഷ്ണതയോടെ, കണ്ണുനീരോടുകൂടി, അതിനേക്കാൾ അപ്പുറത്ത് സന്തോഷത്തോടു കൂടി നമുക്ക് യേശുവിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കൊടുക്കാം. പറയാം, യേശുവേ, ഇനിമേൽ പാപം ചെയ്യില്ല. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്
ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. അന്നാ പെസഹ നാളിൽ ഓർമ്മയിലുണരാം, കൊണ്ടാടാം പാവനമീ ബലിയേകിടാം. അന്നാ പെസഹ നാളിൽ ഓർമ്മയിലുണരാം, കൊണ്ടാടാം പാവനമീ ബലിയേകിടാം. ഹൃദയത്തിൻ അനുതാപ പിന്നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൽ. കാൽവരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൽ. സാക്ഷികളായി തീരാം പുതു ചൈതന്യത്താൽ, അണയാമീ ഓർമ്മകളിൽ ബലിയർപ്പിക്കാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. സ്നേഹമുള്ളവരെ, ഒരുപാട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ രണ്ടിടവകകളും എല്ലാവരും കുമ്പസാര ചുരുങ്ങി ഏറ്റവും വിശുദ്ധമായ ശരീരത്തോടെ മനസ്സോടെ ആത്മാവോടെ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് ബലിയർപ്പിക്കാനായിട്ട് പോവാണ്. നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. യേശുവേ, ഈ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് മാറണം. നമുക്കറിയാം, യേശുവിന്റെ ജീവിതത്തിന്റെ അനാദി മധ്യാന്തം എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ വിശുദ്ധ കുർബാന നമ്മൾ ആചരിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാർത്ഥനയും യേശുവിന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയാണ്. ആ യാത്രയ്ക്ക് അപ്പുറത്താണ്, യാത്രയ്ക്ക് ശേഷമാണ് യേശു തൻ്റെ ജീവനെ നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ചു തരുന്നത്, നമ്മുടെ നാവിലേക്ക് വെച്ചു തരുന്നത്. നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, ഈ ഒരു യാത്ര ദൈവത്തെ അനുഭവിക്കാനുള്ള യാത്രയാണ്. യേശുവിനെ കണ്ടെത്താനുള്ള അനുഭവത്തിന്റെ യാത്രയാവണം. ദൈവത്തെ സ്വന്തമാക്കുന്ന ഒരു സുന്ദരമായ, വിശുദ്ധമായ, സ്വർഗീയമായ അനുഭൂതിയുടെ നിമിഷമാവണം. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. നമുക്കറിയാം, 5,000 പേർക്ക് വാഴ്ത്തി വിഭജിച്ച് നൽകുമ്പോൾ യേശു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ബലിയർപ്പിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ?
ശിഷ്യന്മാർ പറഞ്ഞു ഒന്നുമില്ല. അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ ഒരു ചെറുക്കൻ്റെ കയ്യിൽ, ഒരു പയ്യന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ആ 5 അപ്പവും 2 മീനും കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. യേശു വാഴ്ത്തി വിഭജിച്ചു കൊടുത്തു. 5000-ങ്ങൾ 10,000-ങ്ങൾ അവർ തിന്ന് തൃപ്തരായി. തിരുവചനം പറയും പോലെ സ്നേഹമുള്ളവരെ, യേശു ബലിയാക്കി മാറ്റിയത് ആ ചെറുക്കൻ, ആ പയ്യൻ കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഓരോ ബലിയർപ്പണത്തിനും യേശു നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് ഡു യു ഹാവ് ടു ഗീവ്? നിനക്ക് എന്താ തരാനുള്ളത്? എനിക്ക് നിനക്ക് എന്താ തരാനുള്ളത്? ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ യേശു ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്താ ഉള്ളത് എനിക്ക് തരാൻ? സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. ഒന്ന് കൈ ഒന്ന് നീട്ടിപ്പിടിക്കാവോ മുമ്പിലേക്ക്? തുറന്നു പിടിച്ച കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ സമർപ്പിക്കുകയാണ് അൾത്താരയിലേക്ക്. അപ്പവും മുന്തിരിച്ചാറും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെടുന്ന സമയം എൻ്റെ ജീവിതത്തെ ഞാൻ ഓർത്തെടുക്കുന്ന ഈ 3 നിയോഗങ്ങൾ കൂടി ഉണ്ടാവണം. 3 നിയോഗങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ജീവിതത്തിൽ വേണ്ട 3 നിയോഗങ്ങൾ മാത്രം. ഈ അപ്പത്തിനോടും മുന്തിരിച്ചാറിനോടും ചേർത്ത് എനിക്ക് സമർപ്പിക്കാനുള്ളത് എൻ്റെ ഈ 3 നിയോഗങ്ങളാണ്. യേശുവേ, 4ാമത്തെ എൻ്റെ നിയോഗം എൻ്റെ ആത്മീയ ജീവിതമാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗവും അത് തന്നെയാണ്. തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ ജീവിതം എനിക്കുണ്ട്. നീയുമായിട്ടുള്ള ബന്ധമില്ലാത്ത ഒരു ആത്മീയ ജീവിതം എനിക്കുണ്ട്. നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത, ആത്മീയ അന്ധത ബാധിച്ച ഒരു ആത്മീയ ജീവിതം എനിക്കുണ്ട്. എനിക്കതിൽ നിന്ന് പുറത്ത് കിടക്കണം യേശുവേ. നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് പറ്റണം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് കടന്നു വരുമ്പോൾ ആ തമ്പുരാന്റെ ചൂട് എനിക്ക് അനുഭവിക്കാൻ പറ്റണം. എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. ഇനി ഒരു ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്നല്ല അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് വിട പറയുമ്പോൾ എൻ്റെ തമ്പുരാനെ കൂട്ടിക്കൊണ്ട് വേണം എനിക്ക് പോവാൻ. എന്നെ തൊടുന്ന എൻ്റെ തമ്പുരാനെ എനിക്ക് അനുഭവിക്കാൻ, എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുന്ന എൻ്റെ യേശുവിനെ അനുഭവിക്കാൻ, എൻ്റെ കണ്ണുനീർ തുടച്ചു മാറുന്ന എൻ്റെ യേശുവിനെ അനുഭവിക്കാൻ ഇന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ എനിക്ക് പറ്റണം. യേശുവേ, കൃപ തരണമേ. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പരമാവധി നമ്മൾ കരങ്ങൾ കൂപ്പി അല്ലെങ്കിൽ കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പരമാവധി സമയം നമ്മൾ കണ്ണുകൾ അടച്ച്, ഞാൻ പറഞ്ഞതുപോലെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ, ഉദ്ധാരത്തിൻ്റെ ഓരോ വഴികളിലൂടെ നമ്മൾ കടന്നു പോകണം. ഉദാഹരണത്തിന് അന്നാപെസഹ നമ്മൾ പാടുമ്പോൾ അന്നാപെസഹ തിരുനാളിൽ ആ പെസഹ മാളികയിൽ യേശു അർപ്പിച്ച ബലി നമ്മൾ ഓർക്കുന്നു. അത്യുന്നതങ്ങളിൽ നിന്നുള്ള പാട്ട്, പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ യേശുവിൻ്റെ ജനനത്തെ നമ്മൾ സ്മരിക്കുന്നു. ഉദ്ധാന ഗീതം ആലപിക്കുമ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണം, യേശുവിൻ്റെ ഉദ്ധാനം നമ്മൾ അനുസ്മരിക്കുന്നു. യേശുവിൻ്റെ ഉദ്ധാനം നമ്മൾ അനുസ്മരിക്കുന്നു. അങ്ങനെ ഓരോ നിമിഷവും ഓരോ പ്രാർത്ഥനയും യേശുവിൻ്റെ ജീവിതത്തിലൂടെ ഒരു തീർത്ഥയാത്രയാക്കി മാറ്റുമ്പോൾ ഈ കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറും. ഏറ്റവും തീക്ഷ്ണതയോടെ ഈ ബലി അർപ്പിക്കാം. നമ്മളിതെല്ലാം പറഞ്ഞില്ലേ, തടസ്സങ്ങൾ പലതുണ്ട്. എൻ്റെ അടുത്ത് നിൽക്കുന്നവരാവാം തടസ്സം, എൻ്റെ ഞാനെന്ന ഭാവമാകാം തടസ്സം, എൻ്റെ മടിയാവാം തടസ്സം. ആ തടസ്സത്തിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുക. തീക്ഷ്ണതയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. എൻ്റെ യേശുവിനെ എനിക്ക് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ, സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. ഉച്ചത്തില് നമുക്ക് ആലപിക്കാം. അറിഞ്ഞുകൊണ്ട് അനുഭവിച്ച് ഒരു പീഠമൊരു ഹൃദയത്തിൽ
തട്ടി. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെയാണ് ചീട. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ വരദം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധിൻ മമനാഥ നിൻ
നിലവിൽ അറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവീൻ. വിശുദ്ധ പൗലോസിലെ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 6, 14 മുതൽ 7-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. മിശിഹാ സഹോദരി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാളുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുൾ ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു.
അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതോടു കിടട്ടെ. മനോഗ്രഹ പൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 8-ാം അധ്യായം 43 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്തവളുമായിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചുവെന്നും എങ്ങനെ സുഖമാക്കപ്പെട്ടുവെന്നും എല്ലാ ജനതകളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ മിശിഹായ ലോകപാപങ്ങളുടെ പരിഹാരമായ നിന്റെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി നിൽക്കുന്ന നിന്റെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ ബലി ജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തി നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്നേഹമുള്ളവരെ, കാഴ്ച അർപ്പണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് മുമ്പിലേക്ക് കാസയും പീലാസയും ഉയർത്തിക്കൊണ്ട് വൈദികൻ, ദൈവമേ നിന്റെ ശരീര രക്തവുമായി അപ്പത്തെ മുദ്രിച്ചാറിനെ മാറ്റണമേ എന്ന് തീക്ഷ്ണതയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ കാഴ്ചവെപ്പിൻ്റെ സമയം നമുക്ക് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. വൈദികനോട് ചേർന്ന് ആ കാസയും പീലാസയും അതിലുള്ള മുന്തിരിച്ചാറും അപ്പവും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെടുമ്പോൾ, ദൈവമേ എൻ്റെ ഈ കരങ്ങളിലുള്ള എൻ്റെ ജീവിതത്തെ, എൻ്റെ ആത്മീയതയെ, എൻ്റെ ജീവിത നിയോഗങ്ങളെ, പ്രത്യേകിച്ച് ഞാൻ ഓർത്തെടുത്ത നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച ഈ 3 നിയോഗങ്ങളെ നീ കരുണയോടെ സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥതയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈ കാഴ്ചവെപ്പിൻ്റെ വിശുദ്ധമായ സമയത്തിലൂടെ നമുക്ക് കടന്നു പോകാം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ നീതിമാനായ മറിയൂസേപ്പിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ ശ്ലീഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെ മകുടഞ്ചൂട് രക്തസാക്ഷികളുടെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലാൻ പോവാണ്. ഒരുപാട് ശക്തിയുള്ള പൈശാചിക ശക്തികളെ തകർത്തെറിയാൻ കൃപയുള്ളതാണ്, ശക്തിയുള്ളതാണ് വിശ്വാസ പ്രമാണം. നമുക്കറിയാം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് വിശ്വാസ പ്രമാണം ചെല്ലുക. 2 സമയങ്ങളിൽ വിശ്വാസ പ്രമാണം നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചൊല്ലും. ഒന്ന്, നമ്മുടെ മാമോദിസ വേളയിൽ ഈ വിശ്വാസത്തിൽ ഈ കുഞ്ഞിനെ വളർത്തണമെന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ, പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലും. പിന്നീടുള്ള നമ്മുടെ ജീവിതം മുഴുവനും ഇവരുടെ പ്രാർത്ഥനയോട് ചേർന്നുള്ള ഈ വിശ്വാസ വളർച്ചയിലുള്ള നമ്മുടെ ജീവിതമാണ്. നാളുകൾക്ക് ശേഷം ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ശവമഞ്ചത്തിൽ കിടക്കുമ്പോഴും മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഈ വിശ്വാസത്യങ്ങൾ ഏറ്റുപറയും. അതിനിടയിലുള്ള ജീവിത ഈ യാത്രയിലാണ് നമ്മൾ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുക.
ഒന്ന് ചിന്തിച്ചാൽ എത്ര പ്രാവശ്യം ആത്മാർത്ഥതയോടെ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കൈകളിൽ വിരലിൽ എണ്ണാൻ പറ്റുന്നത് പോലും ഉണ്ടാവില്ല. നമുക്ക് ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈ വിശ്വാസത്തെ നമ്മളൊക്കെ ഏറ്റുചൊല്ലാം. ഒരു പല വിചാരത്തിൽ നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇരു കൈകൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. ഓരോ വിശ്വാസ സത്യങ്ങളും നമ്മൾ ഏറ്റുചൊല്ലുമ്പോഴും ആ വിശ്വാസ സത്യത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ഒരു ചെറിയ പല വിചാരത്തിലേക്ക് പോലും പോവാതെ നമുക്ക് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി തീർക്കാൻ പരിശ്രമിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ കർത്താവിൻ കൃപയും
ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും തന്നിൽ ഉന്നത വീതിയിലോശാന കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ
അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതെന്റെ ശരീരമാണെന്നും രക്തമാണെന്നും പറഞ്ഞവൻ, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞവൻ, എന്നെ ഭക്ഷിക്കുന്ന ഒരിക്കലും വിശക്കില്ല, എന്നിൽ നിന്ന് കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറഞ്ഞവൻ ഈ അപ്പത്തിലേക്കും മുന്തിരിച്ചാറിലേക്കും സത്യമായും കടന്നു വരുന്ന സമയമാണ്. സ്നേഹമുള്ളവരെ, കവിഞ്ഞൊഴുകുന്ന കാസയോ നിറഞ്ഞു നിൽക്കുന്ന വിലാസയോ നമ്മൾ കാണുന്നില്ല. ഈ കാസ നിറഞ്ഞു കവിയേണ്ടത്, വിലാസ നിറഞ്ഞു നിൽക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടും നമ്മുടെ നിയോഗങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതങ്ങൾ കൊണ്ടുമാണ്. നമുക്ക് ആത്മാർത്ഥതയോടെ ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളും ജീവിതവും ഈ അൾത്താരയിലേക്ക് ഈ ബലിവസ്തുക്കളോട് ചേർത്ത് സമർപ്പിക്കാം. യേശുവേ, ഈ അപ്പത്തെയും മുന്തിരിച്ചറിഞ്ഞ് തൊട്ട് അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് ഒരു കുറവുമില്ലാത്ത നന്മയും നിറവും മാത്രമുള്ള നിന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്ന സമയം എൻ്റെ ജീവിതത്തെ, നിയോഗത്തെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ തൊടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോവാൻ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങളെ നീ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക്
ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും, ഞങ്ങളുടെ രൂപത അധ്യക്ഷനും പിതാവുമായ മാർ ലോറൻസ് മെത്രാനും, പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ തങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാം മരിച്ചവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ സൗഹൃദത്തിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയ സകലരുടെയും ആത്മശാന്തിക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ചുള്ള ജീവിത നിയോഗങ്ങളുടെ നിവൃത്തീകരണത്തിന് വേണ്ടി, ഞങ്ങളുടെ രണ്ടിടവക സമൂഹങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദാമ്പത്യ ബന്ധങ്ങൾക്ക് വേണ്ടി, സമാധാനമില്ലാതെ വേദനിക്കുന്ന എല്ലാ കുടുംബാന്തരീക്ഷങ്ങളുടെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി, മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാർക്ക് വേണ്ടി, വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതെ വേദനിക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി, ജോലിയില്ലാതെ വേദനിക്കുന്ന സാമ്പത്തിക ജനകത്തിലും കടബാധ്യതകളും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹീതമായി തീരുവാനുള്ള ഫലപുഷ്ടമാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ വൃദ്ധരായ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്ക് വേണ്ടി അവർ അനുഭവിക്കുന്ന വാർദ്ധക്യ സഹജമായ എല്ലാ രോഗാവസ്ഥകൾക്കും ഒറ്റപ്പെടലുകൾക്കും വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തർക്കും വേണ്ടി, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പരീക്ഷയ്ക്കൊണ്ടിരിക്കുന്ന റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ എന്നിവർക്ക് വേണ്ടി, ഞങ്ങളുടെ ഇടവകയിൽ ഓരോ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി വിശ്വാസത്തിലും വിശുദ്ധിയിലും അവർ ജീവിച്ചു വളർന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും കടിമപ്പെട്ടപ്പോ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, വിശ്വാസ ജീവിതത്തിൽ നകന്നു കഴിയുന്ന, വിശ്വാസം നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന, ആത്മഹത്യാ പ്രവണതയോടെ ജീവിക്കുന്ന സകലർക്കും വേണ്ടി, ഞങ്ങളുടെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലെ എല്ലാ പ്രശ്നങ്ങളും പരിസമാപ്തിയിലെത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ഇടവകയിൽ നാൾ ഇതുവരെ സേവനം ചെയ്തല്ല വൈദികർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടവകയിൽ ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, വിവിധ തരം രോഗങ്ങളാൽ പീഡകളാൽ വേദന അനുഭവിക്കുന്ന സകലർക്കും വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും കടപ്പെട്ടിരിക്കും, ഞങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന സകലർക്കും വേണ്ടി, അയോഗ്യനും ബലഹീനനും പാപിയുമായി എനിക്കും വേണ്ടി കർത്താവേ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും ദൈവമേ അങ്ങയുടെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയ പുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നിറവിലും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെ, മരണത്തിന്റെ, സംസ്കാരത്തിന്റെ, ഉത്ഥാനത്തിന്റെ മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, പെന്തക്കോസ്താ ദിനം ശിഷ്യന്മാരുടെ ജീവിതത്തിലെ പുതു അനുഭവത്തിന്റെ ദിവസമായിരുന്നു. പേടിച്ചരണ്ടിരുന്നവർ ദൈവത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി ജീവിക്കുന്ന പുതിയ ജീവിതത്തിന് തുടക്കമായിരുന്നു. ആത്മാവെ, ഞങ്ങളിലേക്ക് വന്നിറയണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. യേശുവിന്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെട്ട ഈ ബലിവസ്തുക്കളുടെ മേലെ ആത്മാവ് നിറയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ നിയോഗത്തിലേക്കും ആത്മാവി വന്ന് നിറയണമേ എന്ന് ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് തലകുനിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ഈ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച്
ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവും രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, ദാവീദ് ചങ്ക് പൊട്ടി ഹൃദയമരികെയുള്ള പ്രാർത്ഥനയാണ്, ദൈവമേ എന്നോട് കരുണ തോന്നണമെന്നുള്ള പ്രാർത്ഥന. ഒരിക്കൽ കൂടി നമ്മൾ ആ പ്രാർത്ഥന ഉച്ചരിക്കുമ്പോൾ ദാവീദിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പുകൾ, ഹൃദയ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ചെയ്തു പോയ തെറ്റിനെ പറ്റിയുള്ള ഹൃദയമിടിപ്പായിരുന്നു, കണ്ടമിടറിയുള്ള കണ്ണു നിറഞ്ഞുള്ള പ്രാർത്ഥനയായിരുന്നു അത്. നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ദൈവമേ നീ പുറത്തു നന്ദി പറയുന്നു. ഇനി ഒരിക്കലും ആ പാപജീവിതത്തിലേക്ക് ഞാൻ പോകാൻ നീ അനുവദിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇരു കൈകൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ദാവീദിനോട് ചേർന്ന് നമുക്കും ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ യാചിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങേ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോത്തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിലെപ്പോൾ നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ഇതാ ജീവന്റെ ഔഷധം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദാനം സ്വീകരിക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്യാം. എപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹത്തിനർത്ഥം അറിയുന്നു ഞാനീ പൂദാശയിൽ. സ്നേഹത്തിനർത്ഥം അറിയുന്നു ഞാനീ പൂദാശയിൽ. അരുമയായെന്നെ കരുതുന്ന സ്നേഹാഗ്നിയെ അഭിഷേകമൊഴുകും ജീവന്റെ അഗ്നിയെ അലിവൊഴുകും കാരുണ്യമേ, ദിവ്യകാരുണ്യമേ. ആരാധന ആരാധന ആത്മാവിലലിയുന്ന ആരാധന. ആരാധന
ചൊല്ലിടും നാഥ. ഈ ജീവിതത്തിൻ ഉയർച്ചകൾ തകർച്ചകളില്ല, നിന്നോടല്ലാതെ ഞാൻ ആരോട് ചൊല്ലിടും നാഥ. കൂടെ വസിക്കുന്ന സ്നേഹസ്വരൂപ, തളരുമ്പോൾ എന്നെ നീ താങ്ങിടണേ. കൂടെ വസിക്കുന്ന സ്നേഹസ്വരൂപ, തളരുമ്പോൾ എന്നെ നീ താങ്ങിടണേ. ഹൃദയത്തിൻ നോവുകൾ മായ്ക്കുന്ന നാഥ, മനസ്സിൻ ഇരുൾ മെല്ലെ നീക്കിയിടണേ. ഹൃദയത്തിൻ നോവുകൾ മായ്ക്കുന്ന നാഥ, മനസ്സിൻ ഇരുൾ മെല്ലെ നീക്കിയിടണേ. സൗഖ്യത്തിൻ തൈലമായി എന്നരികിൽ വന്നിടണേ. സാന്ത്വന സ്പർശം നീ തന്നിടണേ. സൗഖ്യത്തിൻ തൈലമായി എന്നരികിൽ വന്നിടണേ. സാന്ത്വന സ്പർശം നീ തന്നിടണേ. ഈശോയെ നിൻ മുഖം കാണുന്നു ഞാനീ തിരുവോസ്തിയിൽ, എനിക്കായി മുറിഞ്ഞ സ്നേഹിതനേ. ആരാധന ആരാധന, ആത്മാവിലലിയുന്ന ആരാധന. ആരാധന ആരാധന, അടിയങ്ങളേകുന്നു ആരാധന. ആരാധന ആരാധന, ആത്മാവിലലിയുന്ന ആരാധന. ആരാധന ആരാധന, അടിയങ്ങളേകുന്നു ആരാധന. സ്നേഹമുള്ളവരെ, കണ്ണുകളടയ്ക്കാം, ഇരു കൈകളൊന്ന് ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാവോ. യേശു കടന്നു വന്ന ശരീരം, സത്യമായും എൻ്റെ യേശു കടന്നു വന്ന എൻ്റെ ശരീരം ഒന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം പാപഭംഗിലമായിരുന്നു എൻ്റെ ജീവിതം. എത്രമാത്രം അശുദ്ധിയുടെയും അന്ധകാരത്തിൻ്റെയും ജീവിത വഴികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് വിശുദ്ധമായ കുംഭസാരം എന്ന പുണ്യപ്പെട്ട കരുണയുടെ കവാടത്തിൽ നിന്ന് എൻ്റെ പാപങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാപനിയായ സ്ത്രീയെ പോലെ ചങ്കുപൊട്ടി, ഹൃദയം ഉരുകി, കണ്ണ് നിറഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ എൻ്റെ ജീവിത വഴികളെ പറ്റി ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ തമ്പുരാൻ തലയ്ക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ സാരമില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. പുതിയ തീരുമാനമായി തിരിച്ച് നടന്നു വന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിലിരുന്ന് യേശുവിൻ്റെ മുമ്പിൽ പുതിയ തീരുമാനമെടുത്ത് പുണ്യപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ആരംഭിച്ചു. ആ പുണ്യ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു ഈ വിശുദ്ധ കുർബാന. നന്മ നിറഞ്ഞതെല്ലാം തുടങ്ങേണ്ടത്, പ്രകാശപൂരിതമാകാൻ ആഗ്രഹമുള്ള എല്ലാം തുടങ്ങേണ്ടത്, നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടക്കം കുറിക്കേണ്ടത് ഈ അൾത്താരയിൽ നിന്നാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രകാശ ഗോപുരം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. വിശുദ്ധ കുർബാനയോടുകൂടി നമ്മുടെ പുതിയ ജീവിതം നമ്മൾ ആരംഭിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ യേശുവിനെ തൊടാൻ നമുക്ക്
എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന യേശുവിൻ്റെ മുഖം നമുക്കൊന്ന് കാണാൻ നമ്മുടെ കണ്ണിൽ. ആ യേശുവിനോട് നിശബ്ദമായിട്ട് നമുക്ക് പറയാം, യേശുവേ നന്ദി. ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ്. ഇനി മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. പാപവഴികളെ ഉപേക്ഷിച്ച് പുണ്യവഴിയിലൂടെ നടക്കാൻ തീരുമാനമെടുത്ത പുതിയ സൃഷ്ടി. നിന്നിൽ നിന്ന് അകന്ന നിമിഷത്തെ ഓർത്ത്, നിന്നെ മറന്ന നിമിഷത്തെ ഓർത്ത്, എന്നെ മാത്രം ഓർത്ത് ജീവിച്ച നിമിഷത്തെ ഓർത്ത് മാപ്പ്. എൻ്റെ സ്വാർത്ഥ വഴിയിൽ നിന്ന്, ലോക വഴിയിൽ നിന്ന്, വിശാലമായ വഴിയിൽ നിന്ന് ഞാൻ ഇറങ്ങി നടന്ന് നിന്നിലേക്ക് നടന്നു വരികയാണ്. ഇനി ഒരിക്കലും ആ പഴയ ജീവിതത്തിലേക്ക് നോക്കാൻ നീ ഇടവരുത്തരുത്. സക്കേബൂസിനെ പോലെ പഴയ പാപത്തിന്റെ ഭണ്ഡാരം ഉപേക്ഷിച്ച്, ധൂർത്തപുത്രനെ പോലെ പാപത്തിന്റെ പന്നിക്കൊടിയിൽ നിന്ന് ഓരോ പടിയും നടന്ന് നടന്ന് മുകളിൽ ദൈവത്തിന്റെ മുമ്പിലേക്ക്, പാപനിയായ സ്ത്രീയെ പോലെ കർത്താവിന്റെ കണ്ണിലേക്കുള്ള ഒരു നോട്ടമാവട്ടെ നമ്മുടെ ജീവിതം. ജീവനുള്ള ദൈവം ഇന്ന് അപ്പമായി, സത്യമായ ദൈവം വിശുദ്ധ കുർബാനയായി, സ്നേഹത്തിന്റെ മൂർത്തി ഭാവം ദിവ്യകാരുണ്യമായി എൻ്റെ കീർത്തനത്തിൽ ദൈവമേ, മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ്? എന്നെ ഓർക്കാൻ ഞാൻ ആരാണ്? പക്ഷെ അവൻ മറക്കുന്നില്ല. അതാണ് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ക്രിസ്തു കടന്നു വരാൻ കാരണം. ഉള്ളങ്കല്ലിൽ പേര് രേഖപ്പെടുത്തിയവൻ പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമായി ജീവിക്കുമ്പോൾ എങ്ങനെയാണ് അവൻ എന്നെ മറക്കാൻ പറ്റുക? ദൈവമേ, എന്നെ നീ ഓർത്തു. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷത്തിന്റെ ദിനമാണ്. എത്രയോ തവണ കണ്ടമിടറി കണ്ണ് നിറഞ്ഞ് നിന്റെ തിരുമുമ്പിൽ നിന്ന് യാചിച്ചിട്ടുണ്ടാവണം. ഹൃദയവാതിൽ തുറന്നു തരണമെന്നുള്ള യാചനയോടെ, അപേക്ഷയോടെ. വെളിപാടിന്റെ പുസ്തകം, നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്ക് ഞാൻ വന്ന് മുട്ടുകയാണ്. നീ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. ഇന്ന് ഞങ്ങൾ തുറന്നു തന്നു നിന്റെ തിരുമുമ്പിൽ. ഇന്ന് ഞങ്ങൾ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണത് കാരണമായി. ഒരിക്കലും ഇറങ്ങി പോവാൻ, ഇറക്കി വിടാൻ ഇടവരുത്തരുത് തമ്പുരാനെ. ഇപ്പോ എൻ്റെ ചങ്കോട് ചേർത്ത് എൻ്റെ കരങ്ങളിൽ, ആ കരങ്ങളിൽ എൻ്റെ യേശുവിൻ്റെ ചൂട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എന്നെ തമ്പുരാൻ എനിക്ക് തൊടാൻ പറ്റുന്നുണ്ട്. യേശുവിനെ തൊട്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം, എല്ലാ പാപജീവിതവും ഞാൻ ഉപേക്ഷിക്കാം. എല്ലാ അരുതികൾക്ക് മുമ്പിൽ ഞാൻ വിട പറയാം. എല്ലാ ആസക്തികളോടും എന്നേക്കുമായിട്ട് അതിൽ നിന്നൊക്കെ ഞാൻ പടിയിറങ്ങുകയാണ്. ദൈവം നിന്നെ തൊട്ട് ഞാൻ പറയണു, ഇനി ഒരിക്കലും ആ വഴിയിലേക്കില്ല. ദൈവം നിന്നെ തൊട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, കൃപ തരണമേ, ഇനി ഒരിക്കലും ആ പാപഭംഗിലമായ വഴിയിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ. ഞാൻ സമർപ്പിച്ച 8 നിയോഗങ്ങളുണ്ടല്ലോ, ഒരിക്കൽ കൂടി ഞാൻ സമർപ്പിക്കുകയാണ് യേശുവിൻ്റെ മുമ്പിലേക്ക്. കരുണയോടെ കാണണേ, തൊടണേ, അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ. അവർണിന്യമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി.
കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനമെന്ന് വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥാ എന്നേക്കും. ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ നയിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ ഇവരുടെ സ്വസ്തി. നിങ്ങൾ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുവില്ലെന്ന് അറിഞ്ഞുകൂടാ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഒരു പാട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും പാട്ട് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കൊരു പാട്ട് പഠിച്ചാലോ? എല്ലാവരും ഉച്ചസ്വരത്തിൽ ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം പഠിക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ പാട്ടിന്റെ വരികളൊന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുപറയാം. ദൈവത്തിന്റെ ആത്മാവേ ഇറങ്ങി വരണമേ, മനുഷ്യർക്ക് മേൽ ആവസിച്ച് നിറയണമേ പരിശുദ്ധാത്മാവേ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് മനുഷ്യർക്ക് മേൽ ആവസിച്ച് നിറയണമേ പരിശുദ്ധാത്മാവേ. നമുക്കൊന്ന് പാടാം. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു,
മനുഷ്യർക്കുമേലാവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. പാടാം. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ഒരിക്കൽ കൂടി. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. പാട്ട് പഠിച്ചോ? പാട്ട് പഠിച്ചവർ മാത്രം ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. എല്ലാവരും പാട്ട് പഠിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഒന്നും കൂടെ നമുക്ക് പാടാം. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. പാട്ടിന്റെ ട്യൂൺ വളരെ സിമ്പിളാണ്. നമുക്കിനി അടുത്ത ഒരു സ്റ്റാൻസും കൂടെ പഠിക്കാം. അതിന്റെ നമുക്ക് അതിന്റെ വരികളൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പാപവും രോഗവും അശുദ്ധിയെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പാപവും രോഗവും അശുദ്ധിയെല്ലാം. സ്വരമുയർത്തി പറയാമോ? പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് എടുത്തുമാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് എടുത്തുമാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. ഓക്കെ, നമുക്ക് ഇതൊന്ന് പാടാം. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. പാടാം. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. സ്റ്റാൻസ പഠിച്ചോ? പഠിച്ചവർ മാത്രം ഒരു ഹല്ലേലൂയ പറയാമോ? എല്ലാവരും പഠിച്ചു. ഇതും എല്ലാവരും പഠിച്ചു. എല്ലാവരും പെട്ടെന്ന് പാട്ട് പഠിക്കുന്നവരാണെന്നാണ് ക്രിസ്ത്യച്ചൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് 2 സ്റ്റാൻസ് നമ്മൾ എല്ലാവരും പഠിച്ചു. അപ്പൊ നമുക്ക് ഇനി ഒരു സ്റ്റാൻസും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കൈയടിച്ച് പാടാം. നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. നമുക്കൊന്ന് പാടാം. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. നിറയണമേ
പാടിക്കേ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിച്ച് കരങ്ങളടിക്കാം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. പാടാം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി അടിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ശക്തമായിട്ട് കൈയടിക്കാവോ? നന്നായിട്ട് കൈയടിച്ചേ. നന്നായിട്ട് പ്രാർത്ഥനയോടെ. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോഴാണ് നമ്മളൊക്കെ ധൈര്യമുള്ളവരായിട്ട് മാറുന്നത്, അഭിഷേകത്താൽ നിറയുന്നത്, കൃപയാൽ നിറയുന്നവരായിട്ട് മാറുന്നത്. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ദാഹിച്ച് ദൈവത്തിന്റെ ആത്മാവെ ഇറങ്ങി വരണമേ എന്ന് ദാഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് യേശുവേ, നിന്റെ ആത്മാവിനെ അയക്കണമേ, നിന്റെ കൃപ കൊണ്ട് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ദാനവര ഫലങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പാടാം. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ മരണമായിരുന്നു. ആ മരണത്തിന്റെ ഭീതിയിലാണ് കഥ കടച്ച് അവിടെ ഇരുന്നത്. ആ ഭയത്തിൽ നിന്ന്, ആ ഭീതിയിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ആത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി മരിക്കാൻ വരെ, യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ വരെ ധൈര്യമുള്ളവരായിട്ട് മാറി. പിന്നീട് നടന്നത് ചരിത്രമാണ്. യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായിട്ട് മാറി. സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചവര് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായത് ഒരേ ഒരു കാരണം ഈ ആത്മാവ് നിറഞ്ഞു. യേശുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ, ധൈര്യപൂർവ്വം യേശുവിനെ കൊടുക്കണമെങ്കിൽ, യേശു പറഞ്ഞതുപോലെ ജീവിക്കണമെങ്കിൽ, പാപമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യമായിട്ട് മാറണമെങ്കിൽ നമുക്ക് ഒരേ ഒരു കാര്യം പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവ്. ആത്മാവേ വന്ന് നിറയണമേ, പാവനാത്മാവേ കത്തിപ്പടരണമേ എന്ന് ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ എന്നെ സൗഖ്യമാക്കുന്ന ശക്തിയായിട്ട്, എന്റെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന കൃപയായിട്ട്, യേശുവിലേക്ക് എന്നെ ഉയർത്തുന്ന അനുഗ്രഹമായിട്ട് ആത്മാവേ കടന്നു വരണമേ. എന്റെ പാപത്തിന്റെ എല്ലാ ബന്ധങ്ങളും തടസ്സം മാറ്റണമേ. എന്റെ ആത്മീയ ജീവിതത്തിന്റെ അന്ധകാരത്തെ നീ എടുത്തു മാറ്റണമേ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത എന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ, എന്റെ അഹന്തയെ, എന്റെ അശുദ്ധിയെ, എന്റെ പാപാന്തകാരത്തെ മുഴുവൻ പ്രകാശമാക്കാൻ ആത്മാവേ കടന്നു വരണമേ. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി.
മനുഷ്യരെ അവിടുന്ന് മോചിപ്പിച്ചു. അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൻ സ്വതന്ത്രരായി. പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. നിറയണമേ നിറയണമേ, ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ. തടസ്സങ്ങള് എന്റെ ജീവിതത്തിൽ അകന്നുപോയി. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ള ചിന്ത എന്റെ ജീവിതത്തിൽ ഇനിയില്ല. എന്റെ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ ജീവിതം, എന്റെ യേശു വേണ്ടി ഇവിടുത്തെ ഈ സമയം, എന്റെ തമ്പുരാന് വേണ്ടി സ്വാതന്ത്ര്യത്തോടെ എനിക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ആത്മാർത്ഥതയോടെ സ്തുതിക്കട്ടെ, കണ്ടമിടറി സ്തുതിക്കട്ടെ, ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് സ്തുതിക്കട്ടെ. ദാവീദ് രാജാവ് നഗ്നനായി ദൈവത്തെ സ്തുതിക്കാൻ കാരണം ദൈവത്തെ പറ്റിയുള്ള അവബോധവും ദൈവം മുമ്പിലുണ്ടെന്നുള്ള തിരിച്ചറിയുമായിരുന്നു. നാണമില്ലാതെ സ്തുതിക്കണമെങ്കിൽ ദൈവം എന്റെ മുമ്പിലുണ്ടെന്നുള്ള ബോധ്യം എനിക്ക് വേണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ സ്തുതിക്കട്ടെ, ആത്മാർത്ഥതയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. വചനം കേൾക്കാനുള്ള എന്റെ തടസ്സങ്ങൾ അകന്നു പോകട്ടെ. എന്റെ ചെവികളെ ദൈവമേ നീ വിശുദ്ധീകരിക്കണമേ. ആ ചെവിയിലൂടെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ എന്റെ ഹൃദയത്തിൽ വന്ന് നിറയട്ടെ. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും അകന്നു പോകട്ടെ. എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് സഭയോട് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചും വിശുദ്ധീകരിച്ചും പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ശക്തികളും ഞങ്ങളുടെ ഈ ദേവാലയത്തിൽ നിന്ന്, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. ചേർന്ന് നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ദാഹിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഉച്ചസ്വരത്തിൽ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ച പ്രിയമുള്ളവരെ, ബന്ധനങ്ങൾ അരിയുന്ന, കെട്ടുകൾ പൊട്ടുന്ന ഈ സ്തുതിപ്പിന്റെ സമയം നമ്മുടെ എല്ലാ ബന്ധനങ്ങളും അകന്നു പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആത്മാവേ നിറയണമേ, യേശുവേ നിറയണേ, ആത്മാവേ നിറയണേ, ജ്വലിപ്പിക്കണം. ലൂക്കാ സുവിശേഷം 8-ാം അധ്യായം 43 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ പോകുമ്പോൾ ജനക്കൂട്ടം ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി തിരക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനെ സ്പർശിച്ചുവെന്നും എങ്ങനെ അവൾ സുഖമാക്കപ്പെട്ടുവെന്നും എല്ലാ ജനതകളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. അവൻ അവളോട് പറഞ്ഞു, മോളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി.
സ്നേഹമുള്ളവരെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് അൾത്താരയ്ക്ക് മുമ്പ് നിൽക്കുമ്പോൾ. ഇന്നലെ ഒരുപാട് തടസ്സങ്ങളും, അല്ലെങ്കിൽ വചനം പറയുമ്പോൾ തന്നെ പലരുടെ നമുക്കത് വചനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒത്തിരി തടസ്സങ്ങൾ ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ധ്യാനം പ്രസംഗിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഇന്ന് നമ്മൾ കുമ്പസാര ചൊരുങ്ങി അൾത്താരയ്ക്ക് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഒരുപാട് തുറവയോടെ നിങ്ങൾ ഈ തമ്പുരാന്റെ തിരുമുമ്പിൽ വചനം കേൾക്കിരിക്കുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എത്ര ശക്തമായിട്ടും എത്ര അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ കുർബാന പങ്കെടുത്തത്. സ്നേഹമുള്ളവരെ, ജീവനുള്ള ദൈവമാണ് വിശുദ്ധ കുർബാനയുള്ളത്. ഒരുപാട് അനുഭവങ്ങൾ ഈ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം, കേട്ടിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഒക്കെ. ഇന്ന് വിശുദ്ധ കുർബാനയെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കാനും ധ്യാനിക്കാനും പോകുന്നത്. നമ്മുടെ ചിന്ത വിശുദ്ധ കുർബാനയാകുമ്പോൾ എന്തുകൊണ്ട് രക്തസ്രാവക്കാരി സ്ത്രീയുടെ ഈ ജീവിതം എടുത്ത് നമ്മൾ ധ്യാനിക്കാൻ അല്ലെങ്കിൽ വായിക്കാനായിട്ട് നമ്മൾ തുടങ്ങി എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു വിശുദ്ധ കുർബാനയായിട്ട് ബന്ധിപ്പിച്ച് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റുന്നത് രക്തസ്രാവക്കാരി സ്ത്രീയുടെ ജീവിതമാണ്. നമുക്കറിയാം, ജയറോസിന്റെ മകൾ 12 വയസ്സുകാരി പെൺകുഞ്ഞിനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു കടന്നു ചെല്ലുന്നത്. ജയറോസിന്റെ മകളും മരിച്ചു എന്ന് വഴിയിൽ വെച്ച് അവന്റെ ഭൃത്യന്മാർ വന്ന് പറഞ്ഞു. എന്നിട്ടും യേശു ഇവളുടെ അടുത്തേക്ക് വരികയാണ് അവളെ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ട്. യേശു ആ മോളുടെ മുമ്പിലേക്ക്, അവളുടെ ഭവനത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പാണ് ജനക്കൂട്ടത്തിന്റെ ആർത്തിരമ്പലിനിടയിൽ ഒരു പെണ്ണ് ഇവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിക്കുന്നത്. തിരുവചനം പറയും പോലെ ഇവളുടെ ഈ ഒരു സ്പർശനം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടുള്ളൊരു സ്പർശനമായിരുന്നു. എത്രയോ വർഷങ്ങൾ തന്റെ ഈ രോഗവുമായിട്ട്, രക്തസ്രാവവുമായിട്ട് പല വൈദ്യന്മാരുടെ മുമ്പിലേക്ക് അവൾ കടന്നു ചെന്നിട്ടുണ്ട്. ഒരിക്കലും സുഖമാക്കപ്പെടാത്ത, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത, വൈദ്യശാസ്ത്രം മുഴുവൻ പറ്റില്ല എന്ന് വിധി എഴുതിയ ഇവളുടെ ജീവിതത്തിലേക്കാണ് തമ്പുരാന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ജീവിതം നമുക്ക് മുമ്പിൽ വലിയ മാതൃകയും വെല്ലുവിളിയാണ്. ജനക്കൂട്ടം മുഴുവൻ ആർത്തിരമ്പിക്കൊണ്ടു പോകുമ്പോഴാണ് ഈ പെണ്ണ് തൊടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് പേര് യേശുവിനെ സ്പർശിച്ചു, ഈ പെണ്ണും യേശുവിനെ സ്പർശിച്ചു. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അതിനുത്തരം ശിഷ്യന്മാര് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ഇത്രയും ജനക്കൂട്ടം നിന്നെ തിക്കി തിരക്കുന്നത് നീ കാണുന്നില്ല, എന്നിട്ട് നീ ചോദിക്കുന്നുവോ ആരോ എന്നെ സ്പർശിച്ചു എന്ന്. യേശു വീണ്ടും ആവർത്തിച്ചു ഇതേ വചനം തന്നെ, ആരോ എന്നെ സ്പർശിച്ചു, ഇതിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ പെണ്ണ്, നിഷ്കളങ്കയായ പാവപ്പെട്ട പാവപ്പെണ്ണ്, അവൾ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നിന്നെ സ്പർശിച്ചത്. യേശു പറഞ്ഞു, മോളെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ഭവിച്ചു. സ്നേഹമുള്ളവരെ, അവിടെ പത്രോസ് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മുടെ ധ്യാനത്തിന് നമ്മൾ വിഷയമാക്കുന്നത്. ഇത്രയും പേര് നിന്നെ സ്പർശിച്ചത് നീ കാണുന്നില്ല, എന്നിട്ടും നീ ചോദിക്കുന്നുവോ ആരാ എന്നെ സ്പർശിച്ചത് എന്ന്. സ്നേഹമുള്ളവരെ, ഒരുപാട് ജനക്കൂട്ടം തിരക്കിയത് മുഴുവൻ എന്തെങ്കിലും കാണാൻ പറ്റിയാൽ കാരണം, എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ അവനെ തള്ളിപ്പറയാനും ഒറ്റക്കൊടുക്കാനും ക്രൂശിക്കാനും ഒക്കെ കാരണമാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ എന്തെങ്കിലും ദൈവത്തിന്റെ മഹത്വം കാണാം, ദൈവപുത്രന്റെ മഹത്വം കാണാം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തൊന്നും അല്ല. പക്ഷേ ഈ പെണ്ണിന്റെ വരവ് എന്റെ ജീവിതത്തിൽ സൗഖ്യം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, തീവ്രമായ വിശ്വാസത്തോടു കൂടിയിട്ടായിരുന്നു. വൈദ്യശാസ്ത്രം പറ്റില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയെങ്കിൽ യേശുവിനെ എന്റെ ജീവിതത്തിൽ സ്പർശിക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു ഈ പാവപ്പെട്ട പെണ്ണിന്. അതായിരുന്നു ഇവളുടെ സ്പർശനത്തിന്റെ പ്രത്യേകതയും. ഒരുപാട് ജനക്കൂട്ടം തിക്കിത്തിരക്കി അവന്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോ അവരുടെ ജീവിതത്തിൽ ഒന്നും ഒരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ ഈ പെണ്ണിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ കാരണം അവൾ വിശ്വാസത്തോടു കൂടി യേശുവിനെ സ്പർശിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുകയാണ്, 2000 വർഷങ്ങൾക്ക് ഇപ്പുറം ദൈവം നമ്മോട് ആവർത്തിക്കുകയാണ്, മക്കളെ, അന്ന് 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് മുമ്പ് തന്റെ ശരീരം, ഭൗതികമായ ശരീരം ജനത്തിന് മുമ്പിൽ സമർപ്പിച്ചു യേശു. അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. തൊടാനും അനുഗ്രഹിക്കാനും കാണാനും ഒക്കെ യേശു തന്റെ ശരീരം കൊടുത്തു. പക്ഷേ ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അവന്റെ ശരീരമായിട്ട് വിശുദ്ധ കുർബാന മാറുകയാണ്. എത്രത്തോളം വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്പർശിക്കുന്നത് എന്നതാണ് ചോദ്യം.
ഒരു ജനക്കൂട്ടമായിട്ട് അധപതിക്കുന്നവനാണോ, രക്തസ്രാവക്കാരിയെ പോലെ വിശ്വാസത്തിന്റെ പരിപൂർണതയിൽ യേശുവിനെ സ്വന്തമാക്കുന്നവനാണോ ഞാൻ എന്നതാണ് ചോദ്യം. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഈ ജനക്കൂട്ടമായിട്ട് അധപ്പതിക്കുന്നത് കൊണ്ടാണ് യേശുവിനെ അനുഭവിക്കാനും യേശുവിനെ സ്വന്തമാക്കാനും ഇത് ദൈവമാണെന്നുള്ള ബോധ്യത്തോടു കൂടി നാവ് നീട്ടിക്കൊടുക്കാനും നമുക്ക് പറ്റാത്തത്. ആ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ യേശുവിനെ സ്പർശിച്ചാൽ ഇതൊന്നും ആയിരിക്കില്ല പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെ ജീവിതം. യേശുവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട, യേശുവിനെ അനുഭവിക്കുന്ന പാപത്തിന്റെ കറയുടെ അംശം പോലും ഇല്ലാത്ത ഒരു വിശുദ്ധ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറും. നമുക്കൊക്കെ വിശ്വാസത്തിന്റെ കുറവ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ സ്പർശിക്കാൻ നമുക്ക് പറ്റാത്തത്, യേശുവിനെ അനുഭവിക്കാൻ നമുക്ക് പറ്റാത്തത്, യേശുവിനെ സ്വന്തമാക്കാൻ നമുക്ക് പറ്റാത്തത്. യേശുവിന്റെ പരസ്യ ജീവിതത്തിലേക്ക് നോക്കുമ്പോ യേശുവിനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ആരാന്നറിയോ? ആരാ തിരിച്ചറിഞ്ഞത്? യേശുവിനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ആരാ? ഇത് ദൈവമാണ് തിരിച്ചറിഞ്ഞത്. ആരാ തിരിച്ചറിഞ്ഞേ? ആരാ തിരിച്ചറിഞ്ഞേ? അല്ല, യേശുവിന്റെ പരസ്യ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാര്യമല്ല. എലിസബത്ത് ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അത് യേശുവിന്റെ ജനന സമയത്തൊക്കെയാണ്, അല്ലെങ്കിൽ പരിശുദ്ധമ്മ ഗർഭവതിയായ സമയത്തൊക്കെയാണ്. അതിനുശേഷം യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് യേശുവിനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് പിശാചു ബാധിതരാണ്. അല്ലേ? ആണോ? എന്നാ പറഞ്ഞ തലയാട്ടുന്നുണ്ട്. പിശാചു ബാധിതരാണ് യേശുവിനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. അവർ പറഞ്ഞു, എന്തിനു നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? യേശുവേ, ദാവീദിന്റെ പുത്ര, എന്തിനു നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ആദ്യമായിട്ട് ദൈവത്തെ തിരിച്ചറിഞ്ഞത് ഈ പിശാചു ബാധിതരാണ്. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് പിശാചു ബാധിതർക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. പിശാചിനെ തിരിച്ചറിയാൻ പറ്റുന്നു. നമുക്ക് മുമ്പിൽ ദൈവം കടന്നു വന്നിട്ട് ആ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോയ അധപ്പതിച്ച ജനത്തിന്റെ ഭാഗമാണ് നമ്മൾ. നമുക്കറിയാം, ഇസ്രായേൽ ജനം എത്രയോ നൂറ്റാണ്ടുകൾ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു, പ്രാർത്ഥിച്ച്. പക്ഷേ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ക്രിസ്തു കടന്നു വന്നപ്പോ അവനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ദൗർഭാഗ്യം നിറഞ്ഞ ജീവിതത്തിന്റെ ഉടമകളായിട്ട് അധപ്പതിച്ചു പോയി ഭൂതജനം. അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ക്രിസ്തുവിനെയാണ് പിശാചു ബാധിതർ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞത്, ദാവീദിന്റെ പുത്ര, നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ പോ എന്ന് പറഞ്ഞത് പിശാചു ബാധിതരാണ്. ഇന്ന് അതും സംഭവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് നമ്മുടെ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമ്മുടെ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ദൈവമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ക്രിസ്തുവിന്റെ മുമ്പിൽ നാവ് നീട്ടിക്കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കുറവാണിത്. എന്റെ വിശ്വാസ ജീവിതത്തോട് തന്നെ നോക്കിയിട്ട് എനിക്ക് ചോദിക്കണം, എന്റെ കുറവ് എത്രമാത്രമാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ധ്യാനത്തിന്റെ ഈ ഒരു സമയം എന്റെ കർത്താവിനെ കൂടുതൽ അനുഭവിക്കാനും വിശുദ്ധ കുർബാനയിൽ എന്റെ ദൈവത്തെ അനുഭവിക്കാനും കുറേയും കൂടി എന്റെ ദൈവത്തെ സ്വന്തമാക്കാൻ എനിക്ക് പറ്റട്ടെ. പിശാചുണ്ടോ? ചേച്ചി വായിക്കോട്ടെ വിടുവാണോ? പിശാചുണ്ടോ എന്ന് ചോദിക്കുമോ? പിശാചുണ്ടോ? ചേച്ചി ചേട്ടനെ നോക്കിയിട്ട് പിശാചുണ്ട് എന്ന് പറയുന്നു. ചേട്ടന്മാർ പിശാചുണ്ടോ? ചേട്ടാ എന്നെ തുറച്ചു നോക്കല്ലേ. പിശാചുണ്ടോ? പിശാചുണ്ട് അല്ലേ? അറ്റ്ലീസ്റ്റ് കണ്ണാടി നോക്കിയപ്പോഴേലും കണ്ടില്ലേ ഇന്ന് പിശാചിനെ? ഓക്കെ, അപ്പൊ പിശാചുണ്ട്. പോട്ടെ, പിശാചുണ്ടെന്നുള്ള കുറെ പേര് മിണ്ടുന്നില്ല. പിശാചുണ്ടെന്നുള്ളൊരു കൈ പൊക്കി, കൈ ഇത്രയൊക്കെ പൊങ്ങുന്നുള്ളല്ലോ. നന്നായിട്ട് പൊക്കി. പിശാചുണ്ടെന്നുള്ളൊരു കൈ പൊക്കിയേ. മോളൂട്ടി, പിശാചുണ്ടോ? കുറെ പേര് പോട്ടെ, കൈ താത്തിക്കേ. പിശാച് ഇല്ല എന്നുള്ളൊരു കൈ പൊക്കിയേ. ഈ കുരുടുകൾക്ക് മാത്രം പിശാച് ഇല്ല ഉള്ളൂ. കൈ താത്തിക്ക മക്കളെ, സന്തോഷമായി. ഓക്കെ, അപ്പൊ പിശാചുണ്ടോ പിശാച് ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഈ എന്നാർപുര, ഞാൻ പറഞ്ഞല്ലോ, എന്നാർപുര കൊച്ചനായ സമയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ഒരു കണക്ഷൻ ഞാൻ പറയാൻ വിട്ടുപോയി. ടീച്ചർ പറഞ്ഞില്ലേ, ഗ്ലാസ്സിൽ നിറച്ച് ആ ഒരു കപ്പിൽ നിറച്ച് ദൈവവിളി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ മറ്റെവിടെയായിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ദൈവത്തിന് എനിക്ക് കാണാൻ പറ്റിയതൊക്കെ ഭദ്രാവതി രൂപതയിൽ കാലുകുത്തിയ നിമിഷം മുതലാണ്. എന്ന് വെച്ചാൽ എൻ്റെ ദൈവം എന്നെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഈ ഭദ്രാവതി രൂപതയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്നാർപുര ഇടവകയിൽ ഞാൻ ഈ കൊറോണ കഴിഞ്ഞ്, ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ സസ്പെൻസ് പറഞ്ഞിരുന്നല്ലേ? സസ്പെൻസ് ഓർമ്മയുണ്ടോ? സീരിയൽ കണ്ട് മറന്നതുപോലെ ഇതും മറന്നോ? സസ്പെൻസ് മറന്നോ? ഇന്ന് പുതിയതായിട്ട് വന്നവർക്ക് സസ്പെൻസ് എന്താ അതിന്റെ പിന്നിലുള്ളതെന്ന് അറിയത്തില്ലല്ലോ. നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇന്നലെ വരാത്തതിന്റെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഞാൻ അതിന് ശേഷമുള്ളൊരു കാര്യം ഞാൻ പറയാം.
എന്നാർപുര കൊച്ചച്ഛനായിരിക്കുന്ന സമയം എൻ്റെ വികാരച്ചൻ തോമസ് കുളത്തെങ്കിലച്ചനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് ബഹുമാനമുള്ള, ആദരവുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ വികാരിയച്ചൻ. എൻ്റെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ 2 വികാരിച്ചന്മാർ, ഒന്ന് തോമസ് പട്ടാങ്കുളം അച്ഛൻ, രണ്ടാമത് തോമസ് കുളത്തെങ്കിലച്ചൻ. രണ്ടുപേരും എന്നെ ഒരുപാട് സ്നേഹിച്ച, എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച, എന്നെ ഒരുപാട് വളർത്തി, എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്ന 2 വികാരിയച്ചന്മാരാണ്. എനിക്ക് ഏറ്റവും ഒരു പ്രാർത്ഥന, എനിക്ക് തോമസ് കുളത്തെങ്കിലച്ചൻ എനിക്ക് വികാരിയച്ചനായിട്ട് കിട്ടണമെന്ന്. കാരണം ഒത്തിരി കൃപയുള്ള ഒരു മനുഷ്യനാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ 3 മണിക്കേറ്റ് പ്രാർത്ഥിക്കും. ഒരുപാട് പേര് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ വരും. ഒരു അച്ഛൻ ഇങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്കും കുറെ പേരൊക്കെ നിലത്ത് വീഴും. ഒരു അച്ഛൻ ഇങ്ങനെ എന്താണ് ഈ പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള വലിയ കൃപയുണ്ട്. അച്ഛൻ അറിയപ്പെടുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ എനിക്ക് കുറച്ച് നാൾ ജീവിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് ദൈവാനുഗ്രഹം പോലെ എൻ്റെ പരത്തടി ഇടവകയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം എന്നാർപുര കത്തീഡ്രൽ ദേവാലയത്തിലേക്കാണ് പിതാവിനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നാളുകൾ കടന്നുപോയി. അപ്പൊ അച്ഛൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ എന്താണ് പിശാചുകളൊക്കെ കുറെ പേര് പിശാച് ബാധയൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ കടന്നു വരുമ്പോൾ അച്ഛൻ തലയെ കൈവെക്കുന്നു, നമ്മൾ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ അച്ഛനെ വിളിക്കും, ലിബിന ചാവ എന്ന് പറയും. നമ്മളൊരു ഉറാലയൊക്കെ എടുത്ത് ഒരു ചെറിയ എന്താ ഒരു കുരിശൊക്കെ എടുത്ത് നമ്മളൊരു അൽത്താരവാലിനെ പോലെ നമ്മൾ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ എന്നെ ഓരോ ഗ്രേഡ് വളർത്തിക്കൊണ്ട് വന്ന് കുറച്ച് കൈവെക്കാൻ, നമ്മളെ എന്നെ തല കൈവെക്കാൻ നമുക്കൊരു സൈഡ് തരും. അങ്ങനെ അച്ഛൻ നമ്മളെ ഒത്തിരി പ്രാർത്ഥിപ്പിച്ചും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ ദൈവത്തിലേക്ക് ഉറയും കൊണ്ട് അടുപ്പിച്ച ഒരു അച്ഛനാണ്. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛൻ 7:30 കിടന്നുറങ്ങും. രാത്രി 7:30 അച്ഛൻ്റെ കിടപ്പാണ്. 8 മണിയാകുമ്പോൾ അച്ഛൻ്റെ അർദ്ധരാത്രിയായി. അപ്പോൾ നമുക്ക് 7:30 ശേഷം നമ്മൾ ഫുൾ ഫ്രീ ആണ്. അതുവരെ കൊല്ലിച്ചനുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ വളരെ എന്താ മിണ്ടാപൂച്ചയായിട്ടിരിക്കും. 7:30 ശേഷമാണ് നമ്മൾ നമ്മുടെ യൂത്തൊക്കെ വരും, വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും വർത്താനൊക്കെ പറഞ്ഞ് പൊട്ടത്തരമൊക്കെ പറഞ്ഞ് നമ്മളിരിക്കും. അപ്പൊ ഞാൻ എല്ലാ ദിവസവും രാത്രി ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ ഒരു ഗ്രോട്ടോയുണ്ട്. ആ ഗ്രോട്ടോയുടെ മുമ്പിൽ പോയിരുന്നു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലും. അപ്പൊ ഞാൻ ഇങ്ങനെ കൊന്ത ചെല്ലുമ്പോൾ ഇങ്ങനെ കൊന്തയിലെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പെണ്ണും ചെറുക്കനും കൂടെ വന്നു. അവര് കുറച്ചുപേരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റു പോകുമ്പോൾ ഇവർ 2 പേരും എൻ്റെ അടുത്തേക്ക് വന്നു. 2 പേര്, ചെറുക്കൻ അവൻ ആൽബർട്ട് എന്നാണ് അവന്റെ പേര്, കൊങ്ങണി ക്രിസ്ത്യനാണ്, മലയാളം അവൻ അറിയാം എന്ന് പറയും, മലയാളീസ് അല്ല, അവന് മലയാളം അറിയാം. അപ്പൊ എന്നോട് മലയാളത്തിലേക്ക് ഇങ്ങനെ സംസാരിച്ചു, ഞാനും സംസാരിച്ചു. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണ് അവള് ബാംഗ്ലൂരുകാരിയാണ്, ഹിന്ദു പെണ്ണാണ്, ഭൂമിക എന്നാണ് പേര്. അപ്പോൾ ഭൂമികനെ കൂട്ടിക്കൊണ്ട് ഇവൻ വന്നേക്കാണ്. വന്നിട്ടിപ്പോ കുറച്ച് 2 ആഴ്ചയായി. വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, പിന്നെ നമ്മളിപ്പോ എന്നാ പറയണ്ടേ. അപ്പോൾ ചാടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. കുറച്ച് സംസാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇവരെ സന്തോഷത്തോടെ അവർ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ അടുത്ത് വന്നു, അച്ഛാ പ്രാർത്ഥിക്കാവോന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണ് എന്നെ തേടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വരുന്നത്. സാധാരണ തോമസ് അച്ഛൻ്റെ അടുത്താണ് ആൾക്കാരൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളൊരു 7-ാം കൂലിയാണല്ലോ, എല്ലാവരും തോമസ് അച്ഛൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എന്നെ ലോക്കലായിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ആദ്യമായിട്ടാണ് പ്രാർത്ഥിക്കണം എന്നെ തേടി ഒരാൾ വരുന്നത്. ഞാൻ തോമസ് അച്ഛനെ വിട്ടുകൊടുത്തില്ല, നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് ഇവരെ വിടും. ഇവന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇവൻ ഈ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരും. തോമസ് അച്ഛൻ്റെ അടുത്തേക്ക് കൈയും വീശി ചെല്ലുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. അപ്പൊ എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവന് ഇടയ്ക്കിടയ്ക്ക് വരട്ടെ എന്നൊക്കെ ഞാനും വിചാരിച്ചു, ഫ്രൂട്ട്സ് തിന്നാലോ. ഇപ്പൊ നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം, ഇടയ്ക്ക് ക്രിസ്റ്റീൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ ഒരു കൊട്ട ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് പോയാൽ പ്രാർത്ഥിക്കാൻ ഇച്ചിരി തീഷ്ണതയൊക്കെ ഉണ്ടാവും. അപ്പോ ഓക്കെ, അങ്ങനെ നാളുകൾ കടന്നു വരും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഒരു ദിവസം ഇവന്റെ ഓട്ടോയുമായിട്ട് വന്നു. ഒരു പിക്കപ്പ് ഓട്ടോയാണ്, ഒരു പൊട്ടവണ്ടിയാണ്, ഒരു ഒത്തിരി നല്ല പഴക്കമുണ്ട്. നമ്മൾ കയറുമ്പോൾ സേഫ്റ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം, അങ്ങനെ ഒരു വണ്ടി. അപ്പൊ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കണം, വണ്ടിക്ക് ഓട്ടോ. ഇപ്പോഴാണ് നമ്മുടെ കിളി പോയത്. കാരണം അതുവരെ നമ്മൾ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അങ്ങ് വിട്ടാൽ മതി. ഇത് വണ്ടി വെഞ്ചരിച്ച് കഴിയുമ്പോൾ എന്താവണം, ഫലം എന്താവണം ചേച്ചി പറയും. ഓട്ടം കിട്ടണം. ഓട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവൻ ഫ്രൂട്ട്സുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമോ? നേരെ തോമസിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയായി, ദൈവമേ ഇവൻ ഓട്ടം കിട്ടണം എന്നുള്ള എനിക്ക് സർവ്വമാന വിശ്വാസം എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഏതായാലും ഇവന്റെ ഓട്ടോ വെഞ്ചരിച്ചു. പിന്നീട് ഞാൻ ഓട്ടോയ്ക്ക് ഓട്ടം കിട്ടിയോന്ന് ഞാൻ ചോദിച്ചില്ല. ഇവന് ഇല്ലെന്ന് പറഞ്ഞ് എന്റെ വില പോകില്ലേ എന്ന് ഓർത്ത് ഞാൻ ചോദിച്ചൊന്നുമില്ല. എങ്കിലും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാണ് വിട്ടത്. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഇവൻ എന്നെ വിളിച്ചു. അന്ന് തോമസ് അച്ഛൻ ഇല്ല, അച്ഛൻ വീട്ടിൽ പോയി. അച്ഛന്റെ വീട് ഇടുക്കിയാണ്. അപ്പോൾ അച്ഛൻ ഇല്ല. ഒരു ദിവസം രാത്രി ഒരു 11 മണി സമയത്ത്, ഞാനൊരു 11 കാലൊക്കെ ആകുമ്പോൾ കിടക്കും. അപ്പോൾ 11 മണി സമയത്ത് ഇവരെന്നെ വിളിച്ചു. ഭയങ്കര പരിഭ്രാന്തിയോടെയാണ് ഫോൺ വിളി. ഇവരെന്നോട് പറഞ്ഞു, അച്ഛാ എന്റെ പെണ്ണിന് എന്തോ പറ്റി, ഭൂമിക്ക് എന്തോ പറ്റി. അവള് കട്ടിലൊക്കെ പൊക്കി എറിയുന്നു, എന്താ നമ്മുടെ ബെഡൊക്കെ വലിച്ചു കീറുന്നു. ഈ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഏതായിരുന്നു, കിലുക്കും കിലുക്കിലുക്കും ആണോ?
ചേച്ചി പറഞ്ഞായിക്കോട്ടെ. നാഗവല്ലിനെ പോലെ ഈ പെണ്ണിങ്ങനെ കിടന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം എടുത്ത് മുകളിലേക്ക് എറിയുന്നു. അങ്ങനെ ഭയങ്കര വിഭ്രാന്തകരമായ എന്താ പറയാ, ഭയങ്കര വലിയ ഒരു ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരിത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോനെ പേടിക്കൊന്നും വേണ്ട, ഒന്നും പേടിക്കാനൊന്നും ഇല്ല. കാരണം എനിക്ക് ഇത് ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. തോമസ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടിരുന്ന ടീംസിനെയൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പേടിച്ചു പോയി. ഇപ്പം വീഡിയോ അയച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, നീ ഒരു കൊന്ത എടുത്തവളുടെ കൈ കൊടുത്താൽ മതി, ഒന്ന് ഹന്നാമ്പുള്ളം നീ കഥ കടച്ചു, എന്നിട്ട് ജനലിൽ നിന്ന് ഹന്നാമ്പുള്ളം ഒക്കെ ഒഴിച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പേടി എനിക്കാണ്, ഇവന് പേടി. അപ്പൊ ഇവനതൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വിശുദ്ധ വസ്തുക്കളും എടുത്ത് അവള് തട്ടിക്കളയുന്നു. ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര സാധനങ്ങളൊക്കെയാണ്. ഇവന് മിനിറ്റ് വീഡിയോ അയച്ചുകൊണ്ടിരിക്കുക. ഇവനെ കൊണ്ട് ഞാൻ മടുത്തു. അപ്പൊ ഇവൻ എന്നെ വിളിച്ചു 11 കാലം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നു മോനെ നീ ചതിക്കരുത്, ഇങ്ങോട്ട് വരരുത്. ഞാൻ നോക്കുമ്പോൾ തോമസ് അച്ഛനാണ് ഇവിടെ ഇല്ല. തോമസിനോട് എങ്ങനെയും ഡീൽ ചെയ്യാന്ന് വിചാരിക്കാം. ഇതിപ്പോ എനിക്കറിയാത്ത ഞാൻ ഈ ലോക്കൽ ഞാൻ എന്നാ ചെയ്യാനാ. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നു മോനെ നീ വരരുത്, നമുക്ക് സെറ്റാക്കാം, ഞാൻ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഞാൻ ഫോൺ അങ്ങ് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കും ഇങ്ങനെ ഗുണമാണ്, മിസ് കോളാണ്. അപ്പം എന്നിട്ട് ഞാൻ കുറെ മിസ് കോളായപ്പോൾ ഞാൻ അവനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യാം, വണ്ടി ആയിട്ട് ഞാൻ അങ്ങോട്ട് വരാം, അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നു മോനെ എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല, രാത്രി അങ്ങനെ വരാൻ പറ്റും, പള്ളി ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഞാൻ തടി തപ്പി പതുക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എന്റെ നിവൃത്തികേട് കൊണ്ടാണ്, പേടി കൊണ്ടാണ്, അല്ലാതെ ഇവനെ സഹായിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഇതിന് എന്റെ മേത്തേക്ക് കയറിയിട്ടുണ്ട്, ഇത് ആരും സമാധാനം പറയും. ഏതായാലും ഞാൻ കിടന്നുറങ്ങി. രാവിലെ 5:30 ആരാധനയുണ്ട്, എന്റെ കാര്യം എനിക്ക് നോക്കണമല്ലോ. അപ്പൊ ഞാൻ കിടന്നുറങ്ങി. എനിക്ക് വിഷമത്തോടെ കിടന്നുറങ്ങിയ കുറ്റബോധമൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഉറക്കം വന്ന് ഞാൻ ഉറങ്ങി. രാവിലെ ഇരുന്ന് നോക്കുന്നത് 24 മിസ് കോൾ ചെറുക്കൻ്റെ. ഞാൻ തിരിച്ചു വിളിച്ചില്ല, കുർബാന ഇല്ലാണ്ടതല്ലേ എനിക്ക്, ഈ കോൺസെൻട്രേഷൻ പോകണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചില്ല. ഏതായാലും കുർബാനയെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ ഫോൺ എടുത്ത് അവനെ ശാന്തമായി വിളിച്ചു. ഇവൻ ചോദിച്ചു, അച്ഛൻ എന്നാ പണി കാണിച്ച സ്വിച്ച് ഓഫ് ആക്കിയല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞടാ സ്വിച്ച് ഓഫ് ആയി പോയതാ എന്നൊക്കെ ഇങ്ങനെ ഉടായ്പൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞ, അച്ഛാ സാരമില്ല, ഇവള് ഭയങ്കരമായിട്ട് ഉപദ്രവമാണ്, ഞാൻ അവള് കഥകൊക്കെ തല്ലി പൊട്ടിച്ച് എന്നെ ഭിത്തിയിലേക്ക് ഇങ്ങനെ തൂക്കി വെച്ചേക്കുമായിരുന്നു. ഏതായാലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഏതായാലും ഇച്ചിരി ശാന്തമായി. പക്ഷെ ഭയങ്കര പ്രശ്നങ്ങളാണ്, അച്ഛനൊന്ന് വരണം എന്ന് പറഞ്ഞു. ഞാനപ്പോ ഈ തോമസ് അച്ഛനെ വിളിച്ചു ചോദിച്ചു, അച്ഛൻ ഗുരു എവിടെയാണ്? ഇടുക്കി കിടക്കാണ് ഗുരു. അപ്പൊ ഞാൻ ഗുരുവിനെ വിളിച്ചു ചോദിച്ചു, ഗുരു ശിഷ്യൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ഗുരു പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം. നീ ഞങ്ങൾക്കൊരു പ്രാർത്ഥന ടീമുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് കൊണ്ടു തന്ന ചേട്ടൻ, കൊന്ത കൊണ്ടു തന്ന ചേട്ടൻ, അങ്ങനെ ഒരു വലിയൊരു പ്രാർത്ഥന ടീമിന് ശൃംഖല രൂപമായി. അപ്പൊ ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അവരോട് നീ പറ, എന്നിട്ട് അവരും പ്രാർത്ഥിക്കട്ടെ, പോയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു ഫ്രാൻസീന എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചേച്ചിനെ വിളിച്ചു പറഞ്ഞിരുന്നു, ഞാൻ ധ്യാനത്തിന് മുമ്പ് അച്ഛൻ ചേച്ചി പ്രാർത്ഥിക്കുക. ഇപ്പോൾ അച്ഛൻ ചേച്ചി ഇവിടെ ആരാധനയ്ക്ക് മുമ്പ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇവിടെ ധ്യാനിപ്പിക്കുമ്പോൾ. അപ്പൊ ചേച്ചിനെ ഞാൻ വിളിച്ചു, ഒത്തിരി കൃപയുള്ള ചേച്ചിയാണ്. ആ ചേച്ചിനെ പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ചേച്ചിനെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് പേടിയാ, ഞാൻ എന്നാ ചെയ്യേണ്ടത്? ചേച്ചി പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോ ഞാനിപ്പോ നേരത്തെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ശരിക്കും കുമ്പസാരിക്കണം, ഒരുങ്ങണം, ഉപവാസം എടുക്കണം, നമുക്ക് ഇവിടെ കുറെ പേര് പ്രാർത്ഥിക്കാനുണ്ടാവണം, സഭയുടെ ബന്ധന പ്രാർത്ഥനകൾ ചെല്ലണം, ഇങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പോയിട്ട് അവിടെ ലാറ്റിൻ പള്ളിയുണ്ട്, അവിടെ പോയിട്ട് ഞാൻ കുമ്പസാര ചൊരുങ്ങി ഇങ്ങനെ വളരെ വിശുദ്ധനായി ഞാൻ പള്ളിയിലേക്ക് പേടിച്ചരണ്ട് തിരിച്ചു വരുവാണ്. വരുമ്പോഴത്തേക്കും ഇവൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ വെളുക്കാൻ കാലത്ത് അവനിങ്ങ് പോകുന്നു. വരുന്ന കൊപ്പ സൈഡിൽ നിന്നാണ്. അവന്റെ പിക്കപ്പ് ഓട്ടോയായിട്ട് വന്നിരിക്കുകയാണ്. എന്റെ ആക്സിഡന്റിൽ എനിക്ക് എന്റെ നട്ടലിന് പൊട്ടലുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എനിക്ക് നട്ടലടിച്ചാണ് വീണത്. ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അടിച്ചു വീണതിന്റെ ചതവാന്നൊക്കെ പറഞ്ഞ് അവർ നൈസായിട്ട് ഒഴിവാക്കി. കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ വേദന കൂടി നോക്കുമ്പോഴത്തേക്കും എനിക്ക് CT സ്കാനിൽ നട്ടലിന് പൊട്ടലുണ്ടെന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ ഞാൻ വലിയ മരുന്ന് അവർ പറഞ്ഞു, ഇനി വണ്ടി കയറാൻ പറ്റില്ല കേട്ടോ, ബൈക്ക് ഓടിക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ഇവർ പറഞ്ഞു. ഏതായാലും ഞാൻ ഉള്ള മരുന്നും മേടിച്ചുകൊണ്ട് ഞാൻ പോയി. സ്നേഹമുള്ളവരെ, എനിക്ക് ആ നട്ടലിന് വലിയ പൊട്ടലൊന്നുമല്ല കേട്ടോ, ചെറിയൊരു പൊട്ടലാണ്. പക്ഷെ പൊട്ടൽ തന്നെയല്ലേ, വേദന അതിന്റെ അപ്പുറമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വേദനയ്ക്ക് ഞാൻ യേശുവിന് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചാണ് എൻ്റെ വേദന ഞാൻ മാറ്റിയത്. ഇന്ന് എൻ്റെ കുടുകുടു ബൈക്ക് പോയിട്ടാണ്, ബുള്ളറ്റ് പോയിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നടുവിന് ഒരു കുഴപ്പമില്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മണിക്കൂറുകൾ ഞാൻ ഈ വചനം കൊടുക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ആ സമയത്ത് ഭയങ്കര നടുവേദനയാണ്. അപ്പൊ നടുവേദന ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവന്റെ പേട്ടോട്ടയായിട്ട് വന്നേക്കുകയാണ് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു എനിക്ക് നടുവില്ല, ഒന്നാമതേ പേടിച്ചറിണ്ടിരിക്കുന്നത്, അതിൻ്റെ കൂടെ നടുവില്ലാതെയാണ് നമുക്ക് പോകണ്ടേ. അപ്പൊ ഇവൻ പറഞ്ഞു,
അച്ഛാ എനിക്ക് ദാരിദ്ര്യമുള്ള ടീമാണ്, പാവപ്പെട്ടവരാണ്, നമ്മളും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. അപ്പോൾ ഓട്ടം വിളിച്ച് അവിടെ വരെ പോകാൻ നമുക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഏതായാലും എൻ്റെ പ്രസിഡന്റ് വന്നു, എൻ്റെ SMYന്റെ പ്രസിഡന്റ് വന്നു. അവൻ രൂപതയുടെ ജനറൽ സെക്രട്ടറി കൂടിയിട്ടാണ്, ഡേവിഡ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ ഒരു പുന്തോ കാറുണ്ട്, ആ പുന്തയും പൊക്കിക്കൊണ്ടാണ് ഇവ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അവനോട് ഞാൻ ഇടവകയിൽ പോകാനൊക്കെ അപ്പോൾ കണക്കുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിടാ മോനെ ഒരു കാര്യമുണ്ട്, നീ എൻ്റെ കൂടെ വരാമോ? അപ്പോൾ ഞാൻ ചെറിയ സൂചന കൊടുത്തു. ഇവൻ ഫുൾ ഇൻട്രസ്റ്റ്, കാണികൾക്ക് ഇൻട്രസ്റ്റ് ആവാലോ, ഇവൻ ഫുൾ ഇൻട്രസ്റ്റിൽ പോകാച്ച നമുക്ക് ഇപ്പം പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ചേച്ചിനെ വിളിച്ചു, ചേച്ചി പറഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു ഡേവിഡ് എന്നല്ല അവൻ്റെ പേര്, അവനെ കൊണ്ടുപോയിക്കോ കുഴപ്പമില്ല. പക്ഷെ 2 പേരെ കുമ്പസാര ചുരുക്കി കൊണ്ടുപോകണം. ഞാൻ 2 പേരെ കുമ്പസാര ചുരുക്കി എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ വിശുദ്ധ വസ്തുക്കളും എടുത്ത് ഞാൻ പേടിച്ചരണ്ട് കൈയൊക്കെ വിറച്ച് ഞാൻ വണ്ടിയെ കുത്തിയിരിക്കണം ഫ്രണ്ടിൽ. ഞങ്ങൾ കൊന്തയൊക്കെ ചെല്ലി ഇങ്ങനെ പോവാണ്. നമുക്ക് ഈ പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ പല വിചാരം കൂടുന്നത്. അത്രയും നേരം ഒരു കുഴപ്പം ഉണ്ടാവില്ലേ, നമുക്ക് ഈ പ്രാർത്ഥിക്കുമ്പോഴാണ് പല വിചാരം കൂടുന്നത്. അല്ലേ അമ്മച്ചി? അല്ലേ അമ്മച്ചോനെ മിണ്ടുന്നേ ഇല്ലല്ലേ? ഓക്കെ, ഉള്ള കുറ്റം മുഴുവൻ നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാ നന്മ നിറഞ്ഞു പറയുമ്പോൾ ചെല്ലുമ്പോഴായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പല വിചാരം വന്നു. അപ്പൊ പല വിചാരം വന്നപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, എടാ ആൽബർട്ടെ, ഈ പെണ്ണിങ്ങനെ ബാധ കയറുമ്പോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൾ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, അച്ഛാ മഹേഷ് എന്ന പേര് പറയുന്നുണ്ടെന്ന്. ഈ മഹേഷ് എന്ന പേര് പറയേ ഞങ്ങളുടെ പുന്തോ കൊണ്ട് ഒരു പിന്നെ ട്രാക്ടറിൽ ചെന്ന് കയറി ഒന്നിച്ചായിരുന്നു. അതായത് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഡേവിഡ് തൊട്ട് സൈഡിലിരിക്കുന്നു, ഇപ്പം പുറകിലിരിക്കുന്നു. പെട്ടെന്ന് ഈ പേര് പറയുകയും പെട്ടെന്ന് അവൻ വണ്ടി അങ്ങോട്ട് കയറി. ഞാൻ ചോദിച്ചു, നീ എന്നെ പണി കാണിച്ചു, തൊട്ട് മുമ്പിൽ പോകുന്ന വണ്ടി നീ കണ്ടില്ല? അവൻ പറഞ്ഞു, അത് ഞാൻ പെട്ടെന്ന് ബ്ലാങ്കായി, എനിക്ക് കാണാൻ പറ്റില്ല. അവൻ്റെ ഫ്രണ്ട് മുഴുവൻ പുന്തോണ്ട ഫ്രണ്ട് മുഴുവൻ അങ്ങ് പോയി കിട്ടി. അപ്പൊ ഇവൻ പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, നമുക്ക് പോവാം, ഉള്ള ഫ്രണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബേക്കുണ്ടല്ലോ, നമുക്ക് പോകാന്ന് പറഞ്ഞ് ഉള്ള എഞ്ചിനും കുത്തിക്കയറ്റി ഞങ്ങൾ പോവാണ്. പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി പ്രതിസന്ധികൾ, പോകുന്ന വഴിക്കൊക്കെ ആ വണ്ടി ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് പോകേണ്ട വണ്ടി അങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. കുതിരകുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൊപ്പയിൽ നിന്ന് ഒരു കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി പോകണം. അപ്പൊ അവിടെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്നെ കൊടുകൂടാ ഇറക്കിയാണ്. ഈ വിശുദ്ധ കുർബാന, ഈ ജപമാല, കുരിശ്, ബൈബിള്, ഹന്നാമ്പള്ള, മൂറാല, എന്നെ കൂടെ പറ്റുന്ന എല്ലാ സാധനവും ഉണ്ട്. ഇതൊക്കെ പിടിച്ച് ഞാൻ ഇരിക്കുന്നു. ഞാൻ ചേച്ചിനെ വിളിച്ചു, ചേച്ചി ഞാൻ ഇറങ്ങണം. ചേച്ചി പറഞ്ഞു, അച്ഛൻ ഇറങ്ങിക്കോ, വിശുദ്ധരും മാലാക വൃന്ദവും ഒക്കെ അച്ഛൻ്റെ കൂടെ ഉണ്ട്, അച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞു. എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. നമുക്ക് ഈ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലോ ഇവർ ചിലപ്പോൾ നമ്മൾ ആക്രമിക്കും. എനിക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ അക്രമം. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ തോമസ് അച്ഛൻ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്കൂടെ അടി വന്നാൽ നമ്മൾ ഇങ്ങനെ മാറി കൊടുത്താൽ മതി, അച്ഛനോട്ട് കൊണ്ടോളൂ. പക്ഷെ ഇത് പറ്റില്ല, കിട്ടുന്ന അടി നമ്മൾ തന്നെ മേടിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ പേടിച്ചറിഞ്ഞു. ആ സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആക്സിഡന്റ് പറ്റി 8 സ്റ്റഡുകൾ ഇതിലേക്കൂടെ ഇട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ 8 സ്റ്റഡുകളാണുള്ളത്. സ്റ്റഡ് മനസ്സിലായോ? ഒരു 3.5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഞാൻ. അപ്പോൾ 8 സ്റ്റഡുകൾ ഇട്ട് അതിന്റെ വേദന മാറിയിട്ടില്ല, നട്ടലിന്റെ വേദന മാറിയിട്ടില്ല. ആക്സിഡന്റ് പറ്റിയിട്ട് ആകെ ഒരു 15-20 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്താണ് പോകുന്നത്. അപ്പോൾ ഒരെണ്ണം കിട്ടിയാൽ എന്റെ സ്റ്റഡ് അടക്കം മോന്തലേക്ക് തളച്ചു കയറും. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടേക്ക് അവളെ ഇങ്ങനെ വിറയലോടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഒരു പാവപ്പെട്ട വീട്, ആ പെണ്ണ് ഏറ്റവും മുമ്പിൽ നിൽപ്പുണ്ട്. അവള് ഞാൻ അടുത്തേക്ക് ചെന്നു. ഈ സാധനങ്ങളെല്ലാം വിശുദ്ധ വസ്തുക്കളും കൂട്ടിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ നോക്കുമ്പോ ഒരു കുഴപ്പമില്ലാത്തൊരു വെങ്കൊച്ച്, ഒരു സുന്ദരി കുട്ടി. ഞാൻ വിചാരിച്ചു എനിക്കാണോ അവക്കാണോ പ്രശ്നം, ഇവക്കൊരു കുഴപ്പമില്ല, ദൈവമേ രക്ഷപ്പെട്ടല്ലോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ അകത്തേക്ക് കയറി. അവിടെ കസേരയിൽ കുത്തിയിരിക്കുമ്പോൾ ഇവള് ചോദിച്ചു, അച്ഛന് ചായയാണോ വെള്ളമാണോ വേണ്ടത്? ഞാൻ പുഞ്ചിരിച്ചു, മനസ്സിൽ പറഞ്ഞു സമാധാനം മതിയായിരുന്നു. ഏതായാലും ഈ പെണ്ണ് ഒന്ന് ഒക്കെ ചിരിച്ചോണ്ട് അവിടെ നിന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ നിശബ്ദതയിൽ നിന്ന് പുറത്തേക്ക് വരണമല്ലോ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ പെണ്ണൊന്നും മിണ്ടുന്നില്ല. എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കാം. കുറെ ടീംസ് ഉണ്ട്, ഇങ്ങനെ കാണാൻ വേണ്ടി വന്ന കുറെ ടീംസ് ഉണ്ട്, നമുക്ക് തടി കിട്ടാൻ വേണ്ടി കാണാൻ വേണ്ടി വന്ന കുറെ ടീംസ്. അപ്പോൾ ഇവരെല്ലാം കൂടെ നിൽക്കുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഏറ്റു നിന്നു. ഈ പെണ്ണും എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിച്ച് വിറച്ച് മുട്ട് വിറയ്ക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കാണികളും സച്ചിൻ 6 അടിക്കുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്ന പോലെ എല്ലാം ഇങ്ങനെ കണ്ണും പിടിച്ച് നിൽക്കാൻ. ഞാൻ കണ്ടുകൊണ്ട് കാണിച്ചു സ്തുതിക്ക്, ഡേവിഡിനെ കാണിച്ചു സ്തുതിക്ക്. അവനും കൈവൊക്കെ ആദ്യമായിട്ടാണ് അവൻ സ്തുതിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും അവനുള്ള ശക്തിയൊക്കെ എടുത്ത് അവനും കണ്ണൊക്കെ ഒരു കണ്ണടച്ച് ഇങ്ങനെ നോക്കി സ്തുതിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ബാക്കി എല്ലാവരും ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ
ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഇടയ്ക്ക് കണ്ടിട്ട് നോക്കും, അവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് ഏതായാലും കുറേ ഇങ്ങനെ സ്തുതിച്ച് ഈ ഭാഷാവര ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്തുതിച്ച് പോയി ഇങ്ങനെ ഭാഷാവരത്തിൽ കയറി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണിന്റെ നിറം മാറാൻ തുടങ്ങി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ഈ അൾത്താരയിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളം ചേർക്കലോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ ദൈവം എനിക്ക് എന്റെ ശിക്ഷ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടരുകയാണ്. ഞാൻ ഈ പെണ്ണിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണിന്റെ നിറം ഒരു എന്താണ് പറയാ, നല്ല വെളുത്ത പെണ്ണ്, ഞാൻ പറഞ്ഞ സുന്ദരി പെണ്ണാണ്, അവളുടെ മുഖം ഇങ്ങനെ കറക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഞാൻ കടന്ന് വിറയ്ക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ കയ്യിൽ ഞാൻ വെച്ച് എന്റെ ഈ വിശുദ്ധ വസ്തുക്കളൊക്കെ വെച്ച് ഈ പെണ്ണിന്റെ തല തൊട്ട സ്പോട്ടിൽ ഈ പെണ്ണ് താഴേക്ക് പോയി ഇവള് കിടന്ന് ഈ എന്താണ് സിമന്റ് തറയാണല്ലോ, ഈ സിമന്റ് തറയിൽ ഇവളിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ, തലയിൽ നിന്ന് ഒരിക്കലും ഈ വിശുദ്ധ വസ്തുക്കൾ കാര്യം ഞാൻ പറയും ഇതിന്റെ ഒന്നും എടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ വെച്ചു വേണം പ്രാർത്ഥിക്കാൻ. ഇവളിങ്ങനെ കിടന്ന് ഉരുളെന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ബട്ടക്സ് കുത്തി കറങ്ങുകയാണ്, മനസ്സിലായോ? പച്ച മലയാളത്തിൽ എങ്ങനെ പറയുന്നത്, കറങ്ങുകയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പെണ്ണിന്റെ നടുവുമല്ലാതെ ഞാനിങ്ങനെ പെണ്ണിന്റെ ചുറ്റും ഇങ്ങനെ ശൈനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എടുക്കാൻ പാടില്ലല്ലോ, ഇനി എടുത്തു കഴിഞ്ഞാൽ അടി കിട്ടിയാലോ. ഏതായാലും ഞാൻ ഇങ്ങനെ എന്റെ നടുവും പൊട്ടി പുറവും പൊട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഇവള് ശാന്തമായി, അവളുടെ കറക്കൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാകെ ഒന്ന് ശ്വാസം ഒന്ന് നേരെ വീണു. പെണ്ണ് കണ്ണു അപ്പൊ ഞാൻ കണ്ണടച്ചു. അപ്പൊ ഞാൻ ഈ പെണ്ണിന്റെ ഞാൻ എന്റെ ജീവിതത്തെ ഒരുപാട് സ്പർശിച്ച ഞാൻ ഈ തമാശയിലൊക്കെയാണ് പറയുന്നതെങ്കിൽ സ്നേഹമുള്ളവരെ, എന്റെ പൗരോഹിത്യ ജീവിതത്തെ ഒരുപാട് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു സമയം വരുന്നത്. എന്റെ യേശു എത്രമാത്രം വിലപ്പെട്ടവരാണെന്നും വലിയവനാണെന്നും എന്റെ പൗരോഹിത്യത്തിന്റെ ശക്തി എത്രമാത്രം ഞാൻ തിരിച്ചറിഞ്ഞൊരു സമയമായിരുന്നു. ഈ പെണ്ണിന്റെ തലയ്ക്ക് പിടിച്ചിട്ട് അവസാനത്തെ ഒരു പ്രാർത്ഥനയുണ്ട്, എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ ഈ പെണ്ണ് നിലത്ത് കിടന്ന പെണ്ണ് മുകളിലേക്ക് പൊന്തി. ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും വെള്ളം ചേർക്കലുണ്ടെങ്കിൽ ദൈവം എനിക്ക് ശിക്ഷ തരട്ടെ. ഈ പെണ്ണ് നിലത്ത് കിടക്കുന്ന പെണ്ണ് മുകളിലേക്ക് പൊന്തി താഴേക്ക് വീണു. എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് സഭയുടെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ വീണ്ടും ഈ പെണ്ണ് മുകളിലേക്ക് പൊന്തി താഴേക്ക് പോയി. 3 പ്രാവശ്യം അങ്ങനെ ഈ പ്രാർത്ഥന ആവർത്തിക്കുമ്പോൾ ഈ പെണ്ണ് 3 പ്രാവശ്യം മുകളിലേക്ക് പൊന്തി താഴേക്ക് പോയി. സ്നേഹമുള്ളവരെ, കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ട ഒരു അനുഭവമാണ് ഇവിടെ വെച്ച് ഞാൻ സാക്ഷ്യമായിട്ട് പറയുന്നത്. എന്റെ പൗരോഹിത്യം എത്രമാത്രം വിലപ്പെട്ടതാണെന്നും എന്റെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി എത്രമാത്രമാണെന്നും കൺകുളിർക്ക് കണ്ണ് നിറഞ്ഞ് കണ്ട നിമിഷമായിരുന്നത്. ആ പെണ്ണ് അവിടെ കടന്നു ശാന്തമായിട്ട്, അവള് ബോധം പോയി. ഞാൻ തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ കസേരയിൽ പോയി തിന്നു. കുറച്ച് കഴിയുമ്പോൾ അവര് പറഞ്ഞു, അവിടെ കടന്ന് ബോധം പോയില്ല കുഞ്ഞിനെ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം ഹന്നാവെള്ളം ഉപയോഗിച്ച് അവളുടെ മുഖത്ത് തളിച്ചപ്പോൾ അവൾക്ക് ബോധം വന്നു. പെണ്ണ് വളരെ നോർമലായി. ഈ പെണ്ണ് വിചാരിച്ചു, ഞാൻ എന്തിനാ നിലത്ത് കിടക്കുന്നേ, കൊച്ചിനൊന്നും ഓർമ്മയില്ല. കൊച്ചെ ഞാൻ കൈക്ക് പിടിച്ച മോളെ ഏൽപ്പിച്ചു. അപ്പൊ മോള് അച്ഛൻ എപ്പോഴാ വന്നേ, എന്താ കന്നഡക്കാരിയാണ്, എല്ലാം എപ്പോഴാ വന്നേ, എന്താ അച്ഛൻ ഇവിടെ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല മോളെ, ചുമ്മാ വന്നതാ, മോളെ കാണാൻ വേണ്ടി വന്നതാ, എന്താ നടന്നത് നീ കൊച്ചിനറിയില്ല, നീ എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയാം. ഈ പെൺകുഞ്ഞ് ഇവർ രണ്ടുപേരും ഈ ആൽബർട്ടും ഭൂമിക ഇവർ രണ്ടുപേര് ഇങ്ങനെ കുതിരകുണ്ടിയിൽ, അവര് കൊപ്പയിൽ നിന്ന് കുതിരകുണ്ടിയിൽ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വെള്ളം, അവൻ പറഞ്ഞതാണ്, ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തി. അവള് ഭക്ഷണം എല്ലാം ജ്യൂസ് എല്ലാം കുടിച്ച് ആ ഒരു യാത്രയിലാണ് ഇവർക്ക് ഇവരുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവളുടെ ഒരു മാറ്റം കൊണ്ടെത്തിച്ചത് എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയിലാണ്. ഞാൻ ചിന്തിച്ചു. പിന്നീട് ഞാൻ പഠിച്ച തിയോളജിയിൽ നിന്നൊക്കെ വിഭിന്നമാണ്. കാരണം മരിച്ച ഒരാൾക്ക് ഒരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ വിശ്വാസത്തിൽ തന്നെ ഒരുപാട് ചോദ്യം ചെയ്ത ഒരു സമയമായിരുന്നു അത്. എന്തുകൊണ്ടാണ് അങ്ങനെ മരിച്ച ആൾക്ക് മഹേഷ് എന്ന പേര് പറയുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? പിശാച് ബാധ്യതയുണ്ട്, പിശാച് കയറാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് ഒരു ആദ്യത്തെ അനുഭവമാണ്. എന്തുകൊണ്ട് പേര് പറഞ്ഞു? ഞാൻ വലിയൊരു ധ്യാനഗുരു, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഞാൻ ആളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞു, പിശാച് നുണയനും നുണയന്റെ പിതാവുമാണ്, വചനമാണല്ലോ. അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും നമ്മളെ പറ്റിക്കുക, എങ്ങനെ വേണം ഡിസീവ് ചെയ്യാം. അങ്ങനെ ആ പിശാച് നമ്മളെ ഡിസീവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു പേരാവാം ആ മഹേഷ് എന്നുള്ളത്. സ്നേഹമുള്ളവർ, എന്തുവാവട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പോട്ടെ, പിശാചും അതും ഇതെല്ലാം പോട്ടെ. പക്ഷേ ഈ ഒരു ഒറ്റ രണ്ട് കാര്യം എന്റെ ജീവിതത്തിൽ ഒരുപാട് എന്റെ വിശ്വാസത്തെ കുറേയും കൂടി ആഴത്തിലേക്ക് എന്നെ സ്പർശിച്ചു. ഞാൻ ഈ 2 പേരുടെ പൗരോഹിത്യത്തെ പറ്റിയിട്ടും എന്റെ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞപ്പോൾ ആ പെണ്ണ് ഭൂമി നിരപ്പിൽ നിന്ന് പൊങ്ങി താഴേക്ക് പോയത് ഒരിക്കലും എന്റെ കണ്ണിൽ നിന്ന് മറയാത്ത ഒരു സംഭവമാണ്.
ഈ പറയുന്ന എന്താണ് നമ്മുടെ ഡേവിഡ് ഇപ്പോൾ മംഗലാപുരത്തുണ്ട്, എൻ്റെ യൂത്തനാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞ് മിടുക്കനായിട്ട് അവൻ ജീവിക്കും. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. മാറ്റങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് വിശ്വാസത്തിലേക്ക് ഈ ഒരു സംഭവം കൊണ്ടുവന്നു. അവിടെ കൂടിയിരുന്ന ആളുകൾ മുഴുവൻ കുറേയും കൂടി ദൈവത്തിലേക്ക് വിശ്വസിക്കാനായിട്ട് ഇടയായി. അവരൊക്കെ ഈ പിള്ളേർ രണ്ടുപേരും എന്നെ വിളിക്കും ഇടയ്ക്ക്. അവരുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് മിടുക്കനായിട്ട് അവർ ജീവിക്കുന്നു. അവർ ഇടയ്ക്കിടെ എന്നെ വിളിക്കും. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി ഇതൊരു തമാശ കളിയല്ല. ഞാൻ പറഞ്ഞു വന്നത് ആദ്യമായിട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞത് പിശാചുബാധിതരാണ്. ഈ തിരിച്ചറിവ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയാത്ത നമ്മുടെ ദൈവത്തെ പിശാചുകൾ തിരിച്ചറിയുകയാണ് പ്രിയമുള്ളവരെ. ആ പിശാച് തിരിച്ചറിഞ്ഞ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദൗർഭാഗ്യം. അതുകൊണ്ടാണ് കുർബാന നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറാത്തത്. അതുകൊണ്ടാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറാത്തത്. അതുകൊണ്ടാണ് ദൈവ വിചാരമില്ലാത്തവരായിട്ട് നമ്മൾ അധപതിച്ചു പോകുന്നത്. ദൈവത്തെ പേറുന്നവരായിട്ട്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിട്ട്, ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറണമെങ്കിൽ എന്റെ ദൈവമാണ് സത്യദൈവമെന്നും എന്റെ ദൈവം മാത്രമാണ് സത്യദൈവം എന്നുള്ള ബോധ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റണം. ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഈ മറ്റു മതസ്ഥർ, ഞാൻ പേരൊന്നും പറയുന്നത്, മറ്റു മതസ്ഥർ വരെ പിശാചുകളെ പുറത്താക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കുരിശാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ മറ്റു മതസ്ഥർ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കുരിശ് ഉപയോഗിച്ച് അവർ പിശാചുകളെ പുറത്താക്കുന്നത്? അവർക്കറിയാം ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് സത്യദൈവം എന്ന്. ഈ ദൈവത്തെ കൊണ്ട് മാത്രമേ പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റൂവെന്ന്, ഈ കുർബാന കൊണ്ട് മാത്രമേ പിശാചിന്റെ തല തകർക്കാൻ പറ്റൂവെന്ന്, ഈ കുരിശ് കൊണ്ട് മാത്രമേ പിശാചിനെ ബന്ധിക്കാൻ പറ്റൂവെന്ന്, ഈ വചനം കൊണ്ട് മാത്രമേ പിശാചിന്റെ തല തകർക്കാൻ പറ്റൂവെന്ന് മറ്റു മതസ്ഥർക്ക് അറിയാമെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം. നമുക്കറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം. പ്രിയമുള്ളവരെ, ഷിമോഗ ഇടവകയിൽ ഞാൻ റീജൻസ് ചെയ്തു 6 മാസം. ഞങ്ങളുടെ ബിഷപ്പ് ഹൗസ് അവിടെയായിരുന്നു. അവിടെ പിതാവിന്റെ കൂടെ ഷിമോഗ ഇടവകയിൽ ഞാൻ 6 മാസം ജീവിച്ചപ്പോൾ ഒരു അവിടെ ഒന്നാമത്തെ കുർബാന നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കുർബാനയാണ്. ആ കുർബാനയിൽ ഞാൻ ചെന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ ട്രാക്കൊക്കെ ഇടാൻ വേണ്ടി, നമുക്ക് ഓർഗൺ എന്ന് പറയുന്നത്, അതുകൊണ്ട് ട്രാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫോണും കൊണ്ട് പോകും. പെൺപിള്ളേരോട് ഇരുന്ന് പാടും, ഞാൻ ട്രാക്ക് ഇടും. അങ്ങനെ കുർബാനയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു 2ാമത്തെ ആഴ്ച തൊട്ട് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. കുർബാന കൊടുത്ത് ഓരോരുത്തരായിട്ട് കുർബാന സ്വീകരിച്ചു പോകുന്നു. ഒരു പെൺകുട്ടി മാത്രം ആ മുമ്പിലെ റോയിൽ തന്നെ ഉണ്ട്. അവള് അവിടെ നിന്നിട്ട് മുട്ടുകുത്തി നിൽക്കുന്നു. പോകുന്നവരെ തൊട്ട് വിടുകയാണ്. ഞാൻ ചോദിച്ചു, ഈ പെണ്ണിന് വിചാരിച്ചു പെണ്ണിനല്ല മാനസികമുണ്ടോ ഞാൻ ചിന്തിച്ചു. ഏതായാലും ആരോടും ഞാൻ പറയാനൊന്നും പോയില്ല. 2ാമത്തെ ആഴ്ച ഞാൻ ഇത് തന്നെ കണ്ടു. 3ാമത്തെ ആഴ്ച ഞാൻ ഇത് തന്നെ കണ്ടു. ഞാൻ എൻ്റെ അവിടെ പാട്ടുകാരി പെൺകൊച്ചിനോട് ചോദിച്ചു, മോളെ എന്താണ് ആ പെൺകുട്ടി അങ്ങനെ കാണിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ പെൺകൊച്ചു പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ കൂടെ നെഞ്ചപ്പ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ഇവള്. ഈ പെൺകുട്ടി ഒരു ഹിന്ദുവാണ്. അവളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. മാമോദിസ സ്വീകരിക്കാത്ത, ദൈവത്തെ പറ്റിയിട്ട് വലിയ അറിവോ പാണ്ഡിത്യമോ കാറ്റഗിസമോ ഒന്നും കിട്ടാത്ത ഒരു സാധാരണ പെൺകുട്ടി. അവളുടെ വിശ്വാസത്തിന്റെ ഒരു അംശം പോലും ഞങ്ങൾക്കില്ലച്ച എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ മുഖത്തേക്ക്, ആ ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്ക് ഞാൻ തല മാറ്റി നോക്കിയപ്പോ ആ പെണ്ണ് കണ്ണ് നിറഞ്ഞ് തമ്പുരാന്റെ തിരുമുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ശ്രീലക്ഷ്മി പുറത്തേക്ക് വന്നു. ഞാൻ കൊച്ചിനോട് ചോദിച്ചു, മോളെ മോക്ക് എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നേ? മോക്ക് എന്താ അനുഭവം കിട്ടും? എന്തുകൊണ്ടാണ് കൊച്ചി മറ്റുള്ളവരെ തൊടുന്നത്? ഈ പെൺകൊച്ചു പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു എന്താ പറയാ വലിയ ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് വരുന്ന യാഥാസ്ഥിതികമായ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് മാമോദിസ സ്വീകരിക്കണം എന്ന് ആഗ്രഹമുണ്ടായി. പക്ഷെ എന്റെ കുടുംബം സമ്മതിക്കില്ല, എന്റെ പാരമ്പര്യം സമ്മതിക്കില്ല, എന്റെ ബന്ധുക്കൾ സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് യേശുവിന് ഒരുപാട് വിശ്വാസമാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെല്ലുന്ന ജപമാല പോലെ എന്റെ കൂട്ടുകാരെ ചെല്ലുന്നില്ല, അത്രയും ജപമാല ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കും. എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല. എങ്കിലും ഞായറാഴ്ച കുർബാന ഞാൻ ഒരിക്കലും മുടക്കില്ല. അച്ഛാ, എനിക്ക് ശനിയാഴ്ച തൊട്ട് അവധി ഉണ്ടെങ്കിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ. ഞാൻ എന്റെ പിള്ളേരെ പറ്റിയിട്ട്, ആ നഴ്സിംഗ് കോളേജിലുള്ള പിള്ളേരെ പറ്റിയിട്ടൊക്കെ ഞാൻ ഓർത്തു. ഈ പെൺകുട്ടിയുടെ വിശ്വാസം പോലും അവർക്കില്ലല്ലോ. എന്തിന്? നമ്മളെ പറ്റി തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ആഘോഷം ഉണ്ടാകുമ്പോൾ തലേ ദിവസം അവിടെ ഒരു കാര്യമില്ല. നമ്മളെ വിളിച്ചവൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല നമ്മൾ നല്ല ദിവസം എത്തുന്നത്. എങ്കിലും നമ്മൾ പോവാണ്. കുർബാന ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥന ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ആഘോഷങ്ങൾക്ക്, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്തിട്ട് നമ്മൾ പോവാണ് പ്രിയമുള്ളവരെ, ഓരോ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട്. കുർബാന നമ്മുടെ ജീവിതത്തിൽ വലിയ വിലയൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാകുന്നുണ്ട്.
ഒന്ന് ചിന്തിച്ചാൽ മതി. എന്നോട് തന്നെ ഞാൻ ചിന്തിക്കണം, നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇത് എത്രത്തോളം വിശ്വാസമുണ്ട് എൻ്റെ കുർബാനയോട്. ഈ പെൺകുട്ടിയുടെ വിശ്വാസം പോലും എനിക്കില്ല. അവള് പറഞ്ഞു, അച്ഛാ, ഞാൻ ഓരോരുത്തരെയും തൊടുമ്പോഴും എനിക്ക് എൻ്റെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. മാമോദിസ സ്വീകരിക്കാത്തത് കൊണ്ട്, ആദ്യ കുർബാന സ്വീകരിക്കാത്തത് കൊണ്ട് എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഓരോ കുട്ടിയും വിശുദ്ധ കുർബാന സ്വീകരിച്ച് നടന്നു പോകുമ്പോൾ ആ കുട്ടിയുടെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ അവളുടെ കാലിൽ ഞാൻ തൊടുമ്പോൾ എൻ്റെ യേശുവിനെ തൊടുന്നതിന്റെ ചൂട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു. ഉടുപ്പിടാൻ വേണ്ടിയിട്ട് 6-5 മാസം ബാക്കിയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിശ്വാസം ആ പെണ്ണിന്റെയുമായിട്ട് തത്തിച്ചു നോക്കുമ്പോൾ 0 ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എനിക്കില്ലാത്ത വിശ്വാസമാണ് ഈ ഹിന്ദുവായ പെൺകുട്ടിക്കുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ, കണ്ണിനരോടുകൂടി തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ചോദ്യം, ഈ വിശ്വാസം എന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കട്ടെ. എത്രത്തോളം വിശ്വാസ തീക്ഷ്ണതയോടുകൂടി എന്റെ കർത്താവിനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്? സ്നേഹമുള്ളവരെ, ഈ ചോദ്യം, അത് ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തണം. ആ ഉത്തരത്തിൽ കുറവാണ് എങ്കിൽ തിരിച്ചറിയണം, തിരിച്ചു നടക്കേണ്ട പാത അത് ഞാൻ തന്നെ കണ്ടെത്തണമെന്ന്. പ്രാർത്ഥന കുറവാണെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തണം. വിശ്വാസം കുറവാണെങ്കിൽ വിശ്വാസം തികവിലേക്ക് എന്റെ പരിശ്രമം ഉണ്ടാവണം. ജോൺ പോൾ II പള്ളിയിൽ ബാംഗ്ലൂരിൽ ഞാൻ കുർബാന ചെല്ലാൻ വേണ്ടി പോകും. അവിടെ സങ്കീർത്തിൽ ഇപ്രകാരം ഒരു എഴുത്തുണ്ട്: 24 മണിക്കൂർ ദൈവം നിനക്ക് തന്നിട്ട് ഒരു 24 മിനിറ്റ് നിനക്ക് ദൈവത്തിന് കൊടുക്കാനില്ലേ? 24 മണിക്കൂർ ദൈവം നിനക്ക് തന്നിട്ട് ഒരു 24 മിനിറ്റ് നിനക്ക് ദൈവത്തിന് കൊടുക്കാനില്ല. ഒന്നും വേണ്ട പ്രിയമുള്ളവരെ, ഒരു പേഴ്സണലായിട്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥന പോലെ കുർബാനയല്ല, അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു 10 മിനിറ്റ് എങ്കിലും വ്യക്തിപരമായിട്ട് എന്റെ യേശുവിനെ കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് ഞാൻ എന്റെ ദൈവത്തിന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത്. അത് കൊടുക്കുന്നില്ലെങ്കിൽ അത്രേ ഉള്ളൂ എന്റെ വിശ്വാസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഡോൺ ബോസ്കോയ്ക്ക് ഒരിക്കൽ രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു ദർശനം ഉണ്ടായി. ഡോൺ ബോസ്കോയുടെ ദർശനം ഇപ്രകാരമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുമ്പോ ഒരു വലിയ കടലിലൂടെ, ആർത്തിരമ്പുന്ന ഒരു കടലില് തിരമാലകൾ മുഴുവൻ വലിയ ഭീതി ഉണർത്തിക്കൊണ്ടു പോകുന്ന ഒരു കടൽ. ആ കടലില് ഒരു കപ്പല് മുമ്പോട്ട് പോവാണ്. കപ്പൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അപകട ഭീതി ഉണർത്തിക്കൊണ്ട് ഈ കപ്പൽ മുമ്പോട്ട് പോവുകയാണ്. ഇങ്ങനെ എങ്ങനെയോ ഈ കപ്പൽ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ഭീതിപ്പെടുത്തുമാർ 2 തൂണുകൾ ഈ കപ്പലിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷമായി താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു നിന്നു. ഈ 2 തൂണിന്മേലും 2 രൂപങ്ങൾ പൊങ്ങി. ഒന്നാമത്തെ രൂപം അത് വിശുദ്ധ കുർബാനയായിരുന്നു. 2ാമത്തെ രൂപം പരിശുദ്ധ അമ്മയുടേതായിരുന്നു. ഇദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ ഏറ്റപ്പോ ഈ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം കുറെ പ്രാർത്ഥിച്ചു, കിട്ടുന്നില്ല. അദ്ദേഹം കുറെ ധ്യാനിച്ചു, കിട്ടുന്നില്ല. അവസാനം പ്രാർത്ഥിച്ച് ദൈവം വീണ്ടും ദർശനം കൊടുത്തു. ഈ ലോകമാണ് കടൽ. ആർത്തിരമ്പി നിൽക്കുന്ന, അപകട ഭീതി ഉണർത്തുന്ന ഈ ലോകമാകുന്ന കടൽ. ആ കടലിന്റെ മുകളില് കടന്നു പോകുന്ന കപ്പൽ വലിയ ഭീതി ഉണർത്തുന്നുണ്ടെങ്കിലും താഴെയൊന്നും പോകുന്നില്ല, അപകടപ്പെടുത്തുന്നില്ല. ഈ കപ്പൽ മുമ്പോട്ട് പോകുമ്പോ ഈ കപ്പലിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന 2 തൂണുകൾ അത് വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും. എന്ന് വെച്ചാൽ സഭ എത്രമാത്രം ആടി ഉലഞ്ഞാലും, എത്രമാത്രം പേടിപ്പെടുത്തിയാലും, എത്രത്തോളം അപകട ഭീതി പടർത്തിയാലും, സ്നേഹമുള്ളവരെ, യേശുവിന്റെ ശരീരവും പരിശുദ്ധ അമ്മയും ഈ സഭയെ താങ്ങി നിർത്തും. സഭയെ തകരില്ല, തളരില്ല. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനിൽ അധിഷ്ഠിതമായ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു പവിത്രമായ ഒരു ജീവിതം നമുക്കുണ്ടാവട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പറയാൻ പോവാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഇനി ഒരു പക്ഷേ ഇതിനേക്കാൾ മറ്റൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആക്സിഡന്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, എന്റെ ജീവിതത്തിൽ എത്ര സഹനങ്ങൾ ദൈവം തന്നാലും അതിനപ്പുറത്ത് ദൈവം ഒരു കൃപ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ആക്സിഡന്റ് എല്ലാം കഴിഞ്ഞു പള്ളിയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു പ്രാർത്ഥന ടീം, ഫ്രാൻസിന ചേച്ചി, ഈ ചേട്ടൻ, ഞങ്ങളിങ്ങനെ ഒരു 10-30 പേരടങ്ങുന്ന പ്രാർത്ഥന ടീം ഇടയ്ക്ക് വന്ന് ഞാൻ തോമസ് അച്ഛനും ഉണ്ട്, ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. ചേച്ചിക്ക് ഒരുപാട് ദൈവാനുഭവം ഉണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ചേച്ചിക്കുണ്ട്. ഒരു വിശുദ്ധയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ചേച്ചി ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പറയാൻ സമയമില്ല. അപ്പോ ഒരു ദിവസം തോമസ് അച്ഛന്റെ ഫീസ്റ്റ് ആണ്. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ നല്ല തിരക്കാണ്, ഫോണൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ചേച്ചി കുറെ തവണ വിളിച്ചിട്ടുണ്ട്, മിസ് കോൾ കണ്ട് തിരിച്ചു വിളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. തോമസ് അച്ഛൻ സാധാരണ ഫോൺ ഉപയോഗം കുറവുമാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 5:30 സമയത്ത് ഞാൻ എൻ്റെ യൂത്തുമായിട്ട് ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി ആൾ, ഒരു ചെറിയ 2-3 വണ്ടി ആളുകൾ, ഒരു 10-30 ആളുകൾ വന്നു. എന്നിട്ട് ഈ ഫ്രാൻസിനെ ചേച്ചി ഓടി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അച്ഛാ നമുക്ക് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കണം, ദൈവം എന്തോ തരുന്നുണ്ട്. തോമസ് അച്ഛൻ്റെ അടുത്തേക്ക് ചേച്ചി ഓടി. ഞങ്ങൾ 2 പേരും വ്ളോഗിട്ട് ഊറാലേക്ക് ഇട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഈ ചേച്ചി ഭയങ്കര ഒരു എപ്രാളത്തോടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഞങ്ങളെല്ലാം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു ഇങ്ങനെ ഈ ചേച്ചിക്ക് അനുഭവം ഇത്
മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിച്ചു. എന്താണെന്ന് ഞാൻ പറയാം. ഈ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിയുടെ ബോധം പോയി. പിന്നെ ഈ ചേച്ചിയുടെ നാവിലൂടെ നാവിങ്ങനെ അടിക്കും. ആ നാവ് അടിക്കുമ്പോൾ ഇങ്ങനെ ചേച്ചിയുടെ സ്വരമല്ല, കുറച്ച് ഒരു ഇച്ചിരി മാറ്റമുള്ള വേറൊരു സ്വരത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മാതാവ് സംസാരിക്കുന്നു. ഇത് എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു പ്രിയമുള്ളവരെ, ഈ പൗരോഹിത്യ വസ്ത്രം ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത്, ഈ ഊറാല ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത്, ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്നിട്ട് ബേമയിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും വെള്ളം ചേർക്കലോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ തുടരുകയാണ്. ഈ ചേച്ചിയുടെ ബോധം പോയി, കണ്ണുകൾ ഇങ്ങനെ വിയർത്ത് കുളിച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ നാവിട്ടടിച്ച് മാതാവ് കുറേ കാര്യങ്ങൾ തോമസച്ചനോട് എന്നോട് അവിടുത്തെ ആൾക്കാരോടായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പ്രിയമുള്ളവരെ, ഈ ഞങ്ങൾ കണ്ണ് തുറന്ന് പിടിച്ചിട്ടാണ് ചേച്ചിക്ക് വേണ്ടി തലകൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ചേച്ചിയുടെ ഇരു കൈകളിലും 2 വിശുദ്ധ കുർബാന പ്രത്യക്ഷപ്പെട്ടു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ എന്തെങ്കിലും കള്ളത്തരം ഇവിടെ വെച്ച് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ ആ ചേച്ചിയുടെ കരങ്ങളിൽ 2 വിശുദ്ധ കുർബാന പ്രത്യക്ഷപ്പെട്ടു. ഇത് എൻ്റെ മുമ്പിൽ ഒരു വ്യക്തിയുടെ മുമ്പിൽ, ഒരു വ്യക്തിയെ ഞങ്ങൾ രണ്ടുപേരും മുമ്പിൽ നടന്ന സംഭവമല്ല, 10-30 ആളുകളുടെ മുമ്പിൽ, എൻ്റെ തോമസ് അച്ഛന്റെ മുമ്പിൽ, ഞങ്ങളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവം. 2 കരങ്ങളിലും 2 വിശുദ്ധ കുർബാന പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവ് പറഞ്ഞു, ഒന്ന് തോമസ് അച്ഛനാണ്, അച്ഛൻ വിശുദ്ധനായ ഒരു മനുഷ്യൻ. ഓക്കെ, എന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ലിബിൻ അച്ഛനാണ്. എന്റെ ജീവിതവും അല്ലെങ്കിൽ തോമസ് അച്ഛന്റെ ജീവിതവും എനിക്കറിയാം, അത്രേ കുറവുകളും പോരായ്മകളും ഒക്കെയുള്ള എന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ലിബിൻ അച്ഛനാണ്. സ്നേഹമുള്ളവരെ, ആ വിശുദ്ധ കുർബാന ഞങ്ങൾ അവിടെ കൈകളിൽ ഏറ്റുവാങ്ങി. സ്നേഹമുള്ളവരെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതിൻ്റെ അകത്ത് വെള്ളച്ചേർക്കലോ കൂട്ടിച്ചേർക്കലോ ഒന്നുമില്ല പ്രിയമുള്ളവരെ. എന്തെങ്കിലും വെള്ളച്ചേർക്കലോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ എൻ്റെ ഈശോ എന്നെ ശിക്ഷിച്ചോട്ടെ. വിശുദ്ധ കുർബാന അത് ജീവന്റെ കൂദാശയാണ്. വിശുദ്ധ കുർബാന അത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്, സൗഖ്യത്തിന്റെ കൂദാശയാണ്. ആ വിശുദ്ധ കുർബാനയിലുള്ളത് എൻ്റെ സത്യദൈവമാണ്. ആ ദൈവം തന്റെ ജീവനെ ആ അപ്പത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് മോളെന്ന് സ്വീകരിക്കുന്നു പറയുമ്പോൾ, സ്വീകരിക്കാൻ മനസ്സില്ലെങ്കിൽ, സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ തികവില്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകളടച്ച്, ഒന്ന് കരങ്ങൾ കൂപ്പി നമ്മളൊരു ഗാനം ആലപിക്കാൻ പോവാണ്. നമ്മൾ ആരും പാടുന്നില്ല, പക്ഷെ ആ ഗാനത്തിന്റെ ഓരോ ഈരടികളിലും ഒരുപാട് ദൈവസ്നേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ തിളയ്ക്കുന്ന സ്നേഹമുണ്ട് ആ ഓരോ വരിയിലും. നമുക്കത് അറിഞ്ഞ് ആസ്വദിച്ച് അനുഭവിച്ച് ആ പാട്ടിന്റെ ഈരടികളിലൂടെ പോകാം. ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ അരികിലാ അൾത്താരയിൽ എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ കൈകളിൽ
സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന ഞാൻ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ മറ്റൊരു അത്ഭുതം ദൈവത്തിന് ഈ ലോകത്തിൽ തരാനില്ല. ഇതിനേക്കാൾ വലിയ കാരുണ്യം യേശുവിനെ കാണിക്കാനില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാന ദിവ്യ കാരുണ്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ വിശുദ്ധ കുർബാന. ഈ കാരുണ്യം സ്വീകരിക്കുന്ന നമ്മള് യേശുവായിട്ട് മാറണം. യേശുവിന്റെ മാംസം, യേശുവിന്റെ ശരീരം, യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. നമ്മളെ കാണുന്നവര് ക്രിസ്തുവിനെ കാണുന്ന ഒരു ജീവിത അനുഭവം ഉണ്ടാവണം. പ്രിയമുള്ളവരെ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഹിക്കുന്നവരായിട്ട് മാറുമ്പോൾ മറ്റുള്ളവർ ക്രിസ്തുവിനെ നമ്മൾ കാണും. ഒരുപാട് വിശുദ്ധരുണ്ട് വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച വിശുദ്ധർ. നമുക്ക് പറ്റുമോ ഒരു ദുഃഖവെള്ളിക്ക് പോലും ഒരു നേരം ഭക്ഷണം കഴിക്കണം, ഒരു നേരം പാടുള്ളൂ, മറ്റു നേരമൊക്കെ ഉപവാസം എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു നേരം നമ്മള് ഭക്ഷണം കഴിക്കാതിരിക്കും, ബാക്കി എല്ലാ നേരവും വെട്ടി വിഴുങ്ങും. അല്ലേ അല്ലേ അല്ലേ? ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, കുറച്ച് ചിരിയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് അതുപോലും പറ്റുന്നില്ല. ഒരു ദുഃഖവെള്ളിക്ക് പോലും ഒരു നേരം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എത്രയോ വിശുദ്ധരാണെന്നറിയോ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച വിശുദ്ധര്. ഒരു ജലപാനമില്ലാതെ, ഭക്ഷണമില്ലാതെ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച ഒരുപാട് വിശുദ്ധർ നമ്മുടെയൊക്കെ മുമ്പിൽ, നമ്മുടെ മാതൃകയ്ക്കായിട്ടുണ്ട്. മർത്താ റോബിൻ എന്ന വിശുദ്ധൻ 50 വർഷമാണ് വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചത്. 365 ദിവസം, സോറി, ഒരു വർഷം 365 ദിവസമാണെങ്കിൽ 50 വർഷം എത്രയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഒരു ദിവസം 24 മണിക്കൂർ പോലും ഭക്ഷണമില്ലാതെ, ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ 50 വർഷം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച മർത്താ റോബിൻ. തെരേസ് ന്യൂമാൻ എന്ന് പറയുന്ന വിശുദ്ധ 35 വർഷമാണ് വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചത്. നിക്കോളാസ് ഓഫ് ഫ്ലൂ, അദ്ദേഹം 20 വർഷമാണ് വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചത്. ലിഡ്വിന ഹോളണ്ട് 19 വർഷം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചു. കാതറിൻ ഓഫ് സിയന്ന 25 വർഷമാണ് വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചത്. ജോസഫ് കോപ്പർത്തീനോസ് 15 വർഷം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചു. സ്നേഹമുള്ളവരെ, ഇവരൊക്കെ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചിട്ട് തന്റെ ജീവനെ സൂക്ഷിച്ചുകൊണ്ട് തമ്പുരാന് തന്റെ ജീവിതം കൊടുത്തുകൊണ്ട് ഈ ജീവിതം മുമ്പോട്ട് പോകാൻ ഒരേ ഒരു കാരണം വിശുദ്ധ കുർബാനുള്ള അദമ്യമായ വിശ്വാസം, കുറവില്ലാത്ത വിശ്വാസം. ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ 50 വർഷവും 60 വർഷവും 20 വർഷവും 15 വർഷവും ഒക്കെ ഇവർക്ക് എങ്ങനെയാണ് വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിക്കാൻ പറ്റിയത്? കാരണം അവരുടെ വിശ്വാസത്തിന്റെ തികവായിരുന്നു. പ്രിയമുള്ളവരെ, അവരുടെ വിശ്വാസത്തിന്റെ തികവായിരുന്നു. ഞാൻ ചില വിശുദ്ധാത്മാക്കളെ കണ്ടിട്ടുണ്ട്. 50 നോമ്പിൽ ഭക്ഷണം കഴിക്കില്ല. അവരും വിശുദ്ധര് തന്നെയാണല്ലേ. 50 ദിവസവും ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന, കുറെ പ്രാർത്ഥനയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ അങ്ങനെ പറ്റുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഓരോ ദിവസവും രാവിലെ പോയിട്ട് കുർബാന സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അനുഭവത്തിന്റെ കുറവ് സംഭവിക്കുന്നത്. എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ വിശ്വാസത്തിൽ കോട്ടം സംഭവിക്കുന്നുണ്ടാണ്. പ്രിയമുള്ളവരെ, അത് എന്റെയും നിങ്ങളുടെയും, നമ്മളൊന്നും പൂർണ്ണരൊന്നുമല്ല. ഞാനും പെർഫെക്റ്റ് അല്ല, നിങ്ങളും പെർഫെക്റ്റ് അല്ല. നമ്മളൊക്കെ യാത്രയിലാണ്. ആ ഒരു പെർഫെക്ഷൻ എത്തുമ്പോഴാണ് ദൈവത്തിന്റെ സ്വന്തമായിട്ട് നമ്മൾ മാറുന്നത്. ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ഒരു സംതൃപ്തിയുടെ ആത്മീയ ജീവിതമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ കുറെ കൂടി ആഴത്തെ സ്നേഹിക്കാൻ വേണ്ടി പറ്റട്ടെ. ആ വിശുദ്ധ കുർബാനയിൽ യേശുവിനെ കുറെ കൂടി അനുഭവിക്കാൻ നമുക്ക് പറ്റട്ടെ. ആ ദൈവം സത്യദൈവമാണെന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി രൂപതയിലെ വലിയൊരു അത്ഭുതം നടന്നു. താമരശ്ശേരി രൂപത, അവിടെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഈ സംഭവം. ഡീക്കൻ പട്ടത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ദിവസങ്ങൾ മാത്രമേ പട്ടത്തിനുള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ ഡേറ്റ് ഡിസംബർ 29-ാം തീയതി. 29-ാം തീയതി അദ്ദേഹത്തിന്റെ പട്ടമാണ്. ക്രിസ്മസ് രാത്രി കരോളുമായിട്ട് വാർഡുകാർ മുഴുവൻ വരുന്നു. ഡീക്കനും എല്ലാവരും പോകുന്നുണ്ട്. ഇവരുടെ വീട്ടിലെത്തി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഡീക്കനും മറ്റെല്ലാവരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ അമ്മച്ചി ബോധം കെട്ടുപോയി. അമ്മച്ചീനെ എടുത്തുകൊണ്ട് ഡീക്കനും അപ്പനും കൂടെ ആശുപത്രിയിലേക്ക് പോയി. ഒറ്റപുത്രനാണ്. ആശുപത്രിയിലേക്ക് ഓടി. ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്കും പല ടെസ്റ്റുകൾക്ക് വിധേയമാക്കി എങ്ങനെയൊക്കെ പെട്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു ഈ അമ്മച്ചിക്ക് ട്യൂമറാണ്, ബ്രെയിൻ ട്യൂമറാണ്. അമ്മച്ചി 4th സ്റ്റേജിലാണ്. ഇനി ഒരു പ്രതീക്ഷയില്ല. മരണത്തിന്റെ വക്കിലെത്തി. അമ്മച്ചിക്ക് ബോധം തെളിയുന്നില്ല. പക്ഷെ ട്രീറ്റ്മെന്റിലൂടെ ബോധം വന്നു. പക്ഷെ ഈ അമ്മച്ചിക്ക് മരണത്തോടും മല്ലിട്ട് കിടക്കുകയാണ്. ഡീക്കൻ ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും വഴിയുണ്ടോ? എന്റെ അമ്മച്ചി എനിക്ക് തിരിച്ചു വേണം. ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ഈ ഡീക്കനുമായിട്ട് ബന്ധം
ബന്ധമുള്ള ഒരു അമ്മച്ചി, സ്നേഹമുള്ള ഒരു അമ്മച്ചി. അപ്പോ അമ്മച്ചിക്ക് മരിക്കാൻ പേടിയാണ്. കാരണം ഈ ജീവിച്ചത് മുഴുവൻ ഈ മോന്റെ പട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. ഈ അമ്മച്ചി കണ്ണുനീരോടുകൂടി ഈ അമ്മച്ചി കിടക്കുമ്പോ ചങ്ക് പൊട്ടുന്ന വേദനയോടെ ഈ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി അപ്പനും മകനും ഡോക്ടറോട് ചോദിച്ചു, എന്തെങ്കിലും വഴിയുണ്ടോ? ഇദ്ദേഹം പറഞ്ഞു, 1% പോലും സാധ്യതയില്ല. ഇത്രയും നാൾ അമ്മച്ചിക്ക് എന്തുകൊണ്ടാണ് ചില ട്യൂമറുകൾക്ക് വേദനയില്ല, അതുകൊണ്ടാവാം അമ്മച്ചിക്ക് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. അവസാന നിമിഷത്തെ ഈ ബോധം കെടൽ ജീവിതത്തിന്റെ അവസാന ശ്വാസത്തിലേക്കുള്ള യാത്രയായിരുന്നു. ഏതായാലും ഈ ഡോക്ടർ പറഞ്ഞു, ഒരു ചെറിയ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ വരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. ഈ ഡിസംബർ 29 ഡോക്ടർ വരുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് സർജറി നമുക്ക് നടത്താം. അന്ന് തന്നെ ഡോക്ടർ തിരിച്ചു പോകും. അന്ന് ഒറ്റ ഡേറ്റ് സമയമില്ല, എങ്കിലും നിങ്ങളുടെ ഈ ഒരു നിലവിളിയും കാലുപിടുത്തവും കണ്ടിട്ട് നമുക്കത് ചെയ്യാം, കുഴപ്പമില്ല, ഞാൻ സാഹചര്യം ഒരുക്കാം. ഇത് കേട്ടപ്പോൾ ഡീക്കന്റെ രണ്ടാമത്തെ വിഷമം. കാരണം അന്നാണ് പട്ടത്തിന് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ പട്ടത്തിന്റെ മുമ്പിൽ നിന്നിട്ട് അമ്മച്ചിയുടെ ഈ ഓപ്പറേഷൻ നടക്കാൻ പറ്റുമോ? ഇല്ല. ഡീക്കൻ പറഞ്ഞു, അന്ന് എന്റെ പട്ടമാണ്. ഡോക്ടർ പറഞ്ഞു, അന്ന് ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ വേറെ ഡേറ്റ് ഇല്ല, അടുത്ത മാസമാണ് പിന്നെ ഡോക്ടർ വരുന്നത്, അമ്മ ജീവിച്ചിരിക്കുന്ന ഉറപ്പൊന്നുമില്ല. ഡീക്കൻ പറഞ്ഞു, ഞാൻ പറയാം. അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, മോനെ ഞാൻ ഇവിടെ കിടന്നോളാം, എന്റെ മോൻ പട്ടം സ്വീകരിക്കുന്നത് ഞാൻ കണ്ണിൽ കണ്ടോളാം, എന്റെ ഉള്ളിൽ കണ്ടോളാം, മോൻ പോയിട്ട് പട്ടം സ്വീകരിക്കണം. അമ്മച്ചി ജീവിച്ചത് മുഴുവൻ എന്റെ മോന്റെ പട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. പട്ടം കണ്ടില്ലേലും കുഴപ്പമില്ല, മോനെ കുർബാനയായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ നാവിൽ വെച്ച് തന്നാൽ മാത്രം മതി, അമ്മച്ചി സന്തോഷത്തോടെ മരിച്ചോളാം. ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ഈ ഡീക്കൻ ഓടി മെത്രാന്റെ മുമ്പിലേക്ക് പിതാവിനോട് പറഞ്ഞു, പിതാവേ എന്റെ പട്ടം മാറ്റി വെക്കണം. മെത്രാൻ പറഞ്ഞു, മോനെ എങ്ങനെ അത്? കാരണം എല്ലാം അറേഞ്ച് ചെയ്തു, നമുക്ക് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഡീക്കൻ പറഞ്ഞു, പോരാ, എന്റെ പട്ടം മാറ്റി വെക്കണം. പിതാവ് പറഞ്ഞു, മോന്റെ ഇഷ്ടം പോലെ നിങ്ങൾ ഈ കുടുംബത്തിൽ തീരുമാനിച്ചിട്ട് വന്ന് പറഞ്ഞാൽ മതി. ഏതായാലും അമ്മച്ചിയുടെ അടുത്ത് പോയപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ എന്നെ ഇത്രയെങ്കിലും സ്നേഹം മോനുണ്ടെങ്കിൽ അന്ന് പട്ടം സ്വീകരിക്കണം. എന്താ പറയാ, ഒരുപാട് സങ്കോചങ്ങളുടെ സംശയങ്ങളുടെ സങ്കടത്തിന്റെ നടുവിൽ നിന്നിട്ട് ഈ മോൻ ഡോക്ടറെ അടുത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്റെ പട്ടത്തിന് എന്റെ അമ്മ എന്റെ മുമ്പിൽ വേണം, അല്ലെങ്കിൽ എനിക്ക് പട്ടം സ്വീകരിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മയുടെ അവസാന ആഗ്രഹം പോലെ അമ്മച്ചി പറയുന്നത് അന്നേ ദിവസം നീ പട്ടം സ്വീകരിക്കണമെന്നാണ്. എനിക്ക് പറ്റുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ. ഡോക്ടർ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യുക, നീ പട്ടത്തിന് എത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ അമ്മച്ചിനെ കൊണ്ടുപോയിക്കോ. ഉച്ച കഴിഞ്ഞിട്ട് സർജറിയാണ്, ഒരു കാരണവശാലും വിടാൻ സാധ്യതയില്ലാതാണെങ്കിലും, കാരണം അതിന്റെ മുമ്പിലുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം, ഒരു ക്രിസ്ത്യാനി ഡോക്ടറാണ്, ആഗ്രഹം നടക്കട്ടെ. പക്ഷെ ഉച്ചയ്ക്ക് 1 മണി എന്ന സമയം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് പ്രസന്റ് ആവണം. 3:30 സർജറി ആരംഭിക്കുന്നതാണ്. അപ്പൊ ഡോക്ടറിന്റെ കൈ പിടിച്ച് നന്ദി പറഞ്ഞിട്ട് ഈ ഡീക്കൻ പോയി. അന്ന് രാവിലെ പിതാവും ഡീക്കനും ഒക്കെ പള്ളിയിലേക്ക് വന്നു. ആ സമയം തന്നെ ആംബുലൻസിൽ അമ്മച്ചി കിടത്തിക്കൊണ്ട് കൊണ്ടുവന്നു. അമ്മച്ചി വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് പള്ളിയുടെ മുമ്പിൽ അപ്പനും അമ്മയും പട്ടത്തിനിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തി പട്ടം നടന്നു. കണ്ണുനീരിന് കുതിർന്ന ഒരു പട്ടമായിരുന്നു. കുറെ ആളുകൾക്കറിയാം അമ്മച്ചിയുടെ ഈ ആരോഗ്യ അവസ്ഥ. ഈ ഡീക്കൻ കണ്ണുനീർ വാർത്തുകൊണ്ട് പട്ടം സ്വീകരിച്ചു. പിതാവും കണ്ടമിടറിക്കൊണ്ട് പട്ടം കൊടുത്തു. ഏതായാലും പട്ട സ്വീകരണം കഴിഞ്ഞു. അത് അടുത്തത് ഡീക്കനച്ഛന്റെ പുത്തനച്ഛന്റെ കുർബാന അർപ്പണമാണ്. അദ്ദേഹം കണ്ണുനീര് വാർത്തുകൊണ്ടാണ് ഓരോ പ്രാർത്ഥനകളും ചൊല്ലിയത്. അന്ന പെസഹ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ടമിടറിക്കൊണ്ട് താളം തെറ്റിക്കൊണ്ട് അദ്ദേഹം ആ പാട്ട് പൂർത്തിയാക്കി കുർബാന മുമ്പോട്ട് പോയി. അങ്ങനെ കുർബാന സ്വീകരണത്തിനിടയ്ക്കൊക്കെ അമ്മച്ചിക്ക് ആരോഗ്യമോ വെള്ളം കൊടുക്കുന്നുണ്ട്, തളർന്നു വീഴാൻ തുടങ്ങുന്നുണ്ട്. ഇതൊന്നും നോക്കാതെ പുത്തനച്ഛൻ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി വിശുദ്ധ കുർബാന അർപ്പിച്ചു. അർപ്പണം മുഴുവൻ ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു. തന്റെ ജീവിതത്തെ കുറിച്ചിട്ടോ തന്റെ നിയോഗത്തെ പറ്റിയിട്ടോ പ്രാർത്ഥിക്കാതെ ഈ അമ്മച്ചിക്ക് വേണ്ടി ഹൃദയമൊരുക്കി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ബലിയർപ്പിച്ചു. ഈ ബലിയർപ്പിച്ച് കുർബാന സ്വീകരണത്തിന് സമയം ആദ്യമായിട്ട് അമ്മയുടെ നാവിലാണ് പുത്തനച്ഛൻ കുർബാന കൊണ്ടുവെക്കുന്നത്. ഈ അമ്മച്ചി വീൽ ചെയറിലിരിക്കുമ്പോൾ ഈ അച്ഛൻ ഈ അമ്മച്ചിയുടെ നാവിൽ കൊണ്ട് വിശുദ്ധ കുർബാന കൊണ്ട് നീട്ടുമ്പോൾ അമ്മച്ചി നിലവിളിച്ച് പറഞ്ഞു, എന്റെ മകന്റെ കയ്യിലിരിക്കുന്ന ഈശോയെ എനിക്ക് സൗഖ്യം തരണമേ, എന്റെ മകന്റെ കയ്യിലിരിക്കുന്ന ഈശോയെ എനിക്ക് സൗഖ്യം തരണമേ. അമ്മച്ചി നാവ് നീട്ടി. പുത്തനച്ഛൻ കണ്ണുനീരിൽ കുതിർന്ന് അദ്ദേഹത്തിന്റെ കൈ നനഞ്ഞിട്ടുണ്ട്. ആ കയ്യിൽ കണ്ണുനീരോട് ചേർത്ത് ഇദ്ദേഹം ആ കുർബാന അമ്മച്ചിയുടെ നാവിൽ യേശുവിന്റെ ശരീരവും രക്തവും ചേർത്ത് അവിടെ വെച്ചു കൊടുത്തു നാവിൽ. അമ്മച്ചി കുർബാന സ്വീകരിച്ച് അപ്പം തന്നെ ബോധം പോയി. കുർബാന പൂർത്തിയായി, എങ്ങനെയൊക്കെയോ പൂർത്തിയാക്കി. അതിനുശേഷം ഡീക്കൻ പട്ടത്തിൽ ഫോട്ടോ എടുപ്പിന് നിന്നില്ല. അദ്ദേഹം ഓടി, അദ്ദേഹവും അടുത്ത ബന്ധുക്കാരൊക്കെ ഓടി ആശുപത്രിയിലേക്ക്. അമ്മച്ചിനെ മുമ്പേ കൊണ്ടുപോയി. ഇദ്ദേഹം പുറകെ ഓടി നേരെ അദ്ദേഹം ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഇദ്ദേഹം നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മച്ചി കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്. ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഈ പുത്തനച്ഛൻ ചോദിച്ചു, അച്ഛാ സോറി ഡോക്ടറെ, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ
അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ പറഞ്ഞു, മോനെ മോനെ എന്ന് തന്നെ വിളിച്ച്, അച്ഛാന്ന് വിളിച്ചാൽ മോനെ, ഇതൊരു അത്ഭുതമാണ്. ഞങ്ങള് അമ്മച്ചിന് ബോധമില്ലാതെ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. ഈ ഓപ്പറേഷൻ തൊട്ട് മുമ്പ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം എന്നുള്ളതോടുകൂടി ഞങ്ങൾ മറ്റ് ടെസ്റ്റുകൾ നടത്തിയപ്പോഴത്തേക്കും അമ്മച്ചി പെർഫെക്റ്റ്ലി നോർമലാണ്, ഒരു കുഴപ്പമില്ല, അമ്മച്ചിക്ക് ട്യൂമറൊന്നും ഇല്ല മോനെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ പുത്തനച്ഛനെ കെട്ടിപ്പിടിച്ചു. ഈ പുത്തനച്ഛൻ അന്ന് കരഞ്ഞതുപോലെ ഒരിക്കലും കരഞ്ഞിട്ടുണ്ടാവില്ല. അമ്മച്ചിനെ കെട്ടിപ്പിടിച്ചു. ആ പുത്തനച്ഛൻ അന്ന് കരഞ്ഞതുപോലെ ഒരിക്കലും കരഞ്ഞിട്ടുണ്ടാവില്ല. പ്രിയമുള്ളവരെ, ഇത് നൂറ്റാണ്ടുകൾക്ക് നടന്ന സംഭവമല്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇതുപോലെ എത്രയോ 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 അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ സ്നേഹമുള്ളവരെ എനിക്കും പറയാനുണ്ട്. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ സെന്റ് ജോസഫ് പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. എൻ്റെ ആദ്യത്തെ ധ്യാനമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ധ്യാനത്തിന്റെ 3 ദിവസം അഭിഷേക ആരാധന രാത്രിയിൽ നടക്കുകയാണ്. ഞാൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ആരോ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്താണ് വെളിപ്പെടുത്തൽ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അതിനുള്ള കൃപയൊന്നുമില്ല ഇങ്ങനെ. പക്ഷെ ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി, കുർബാന എടുത്ത് ആളുകളുടെ ഇടയിലൂടെ നടക്കണം. ഇങ്ങനെ പല ആവർത്തി ഇങ്ങനെ കേട്ടതുകൊണ്ട് ഞാൻ ഈ കുർബാന എടുത്ത് ആളുടെ ഇടയിലൂടെ പോയി. കുറേ പേര് യേശുവിനെ തൊട്ട്, രക്തസ്രാവക്കാരി തൊട്ടതുപോലെ കുറേ പേര്, ഈ ജനക്കൂട്ടം തൊട്ടതുപോലെ കുറേ പേര്. എല്ലാം കഴിഞ്ഞ് ആരാധനയും പ്രാർത്ഥനയും നന്ദി പറച്ചിലെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ സങ്കീർത്തിയിൽ കുറച്ച് പേരൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മച്ചിയും ഒരു കുടുംബവും ഒന്ന് മാറി നിൽക്കുന്ന ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ പുറകോട്ട് പോവാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ കുടുംബം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് 5 വർഷമായിട്ട് എൻ്റെ ഇടത് കണ്ണിനെ കാഴ്ചയില്ലായിരുന്നു. അച്ഛൻ ഈ വിശുദ്ധ കുർബാനയുടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ യേശുവിനെ തൊട്ടപ്പോൾ എൻ്റെ കണ്ണിനെ യേശു എനിക്ക് കാഴ്ച തന്നു വെച്ചാന്ന് പറഞ്ഞു. ഇത് 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ജയ്പൂർ ഇടവകയിൽ, ജയ്പൂർ ജോട്ടുവാട ഇടവകകളിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. അവിടെ ജയ്പൂർ ഇടവകയിൽ ഒരമ്മച്ചിക്ക് മുട്ട് കുത്താൻ പറ്റില്ല, മുട്ടിന് എന്തോ പ്രശ്നമാണ്. അങ്ങനെ മുട്ട് കുത്തിയിട്ട് വർഷങ്ങളായി അമ്മച്ചി ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന ആരാധനയുടെ സമയത്ത് അമ്മച്ചി എങ്ങനെ അറിയാതെ മുട്ടുകുത്തി, അറിയാതെ സ്വാഭാവിക നമ്മൾ ചിലത് നമുക്ക് വേദനയുണ്ട്, അറിയാതെ നമ്മൾ മുട്ടുകുത്തുമ്പോഴാണ് വേദന അറിയുന്നത്. അമ്മച്ചി അറിയാതെ മുട്ടുകുത്തി. അമ്മച്ചി അവിടെ വന്നിട്ട് എന്നോട് അതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ മുട്ടുകുത്തിയിട്ട് വർഷങ്ങളായി, എനിക്ക് മുട്ടിന് ഒരു പ്രശ്നവും ഇല്ല, ഒരു വേദനയില്ല, എൻ്റെ യേശു എനിക്ക് സൗഖ്യം തന്നു. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ എനിക്ക് പറയാൻ പറ്റും. യേശു സത്യദൈവമാണ്. ഇതിനേക്കാളും മറ്റൊരു അത്ഭുതവും ഇതിനേക്കാളും മറ്റൊരു കൃപയും ദൈവത്തിന് തരാനില്ല. ഒരപ്പത്തിലേക്ക് തൻ്റെ ജീവനെ ദൈവം ചേർത്ത് വെച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് യേശു ഒരപ്പത്തിലേക്കും മുന്തിരിച്ചാറിലേക്കും തൻ്റെ ജീവനെ ഒതുക്കിയത്? അവൻ എന്തൊക്കെ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു തൻ്റെ ശരീരത്തെ, ജീവനെ ഒതുക്കാൻ വേണ്ടിയിട്ട്? എന്തുകൊണ്ടാണ് അവൻ ഒരു അപ്പത്തിലേക്കും മുന്തിരിച്ചാറിലേക്കും തൻ്റെ ജീവനെ ഒതുക്കിയത്? ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്. ഒരു ഭക്ഷണ പദാർത്ഥത്തിനാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലാൻ പറ്റുക. യേശുവിന് നിർബന്ധമുണ്ട് ഒരു മനുഷ്യന്റെ, ഒരു ക്രിസ്ത്യാനിയുടെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എന്റെ ജീവൻ എനിക്ക് അയക്കണം. അതുകൊണ്ടാണ് അവൻ തന്റെ ശരീരവും രക്തവും ഒരു അപ്പത്തിലേക്ക്, മുന്തിരിച്ചാറിലേക്ക് ഒതുക്കിയത്. സ്നേഹമുള്ളവരെ, അവൻ ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചത് വേദന നിറഞ്ഞ പാതിരാത്രിയിലാണ്. അവൻ പെസഹ മാളികയില് ഈ അപ്പം എടുത്തിട്ട്, മുന്തിരിച്ചാറ് എടുത്തിട്ട് കരഞ്ഞുകൊണ്ടാണ് ഈ ബലിയർപ്പിച്ചത്. വേദന അനുഭവിച്ചിട്ടാണ് അവൻ ഈ ബലിയർപ്പിച്ചത്. അവന്റെ കൈകളിൽ ഇരിക്കുന്ന അപ്പം എടുത്തിട്ട് അവൻ കണ്ണ് നിറഞ്ഞ് കണ്ടമിടറി. അവൻ പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. അവൻ കണ്ടമിടറാനും കണ്ണു നിറയാനും കാരണം അവൻ കണ്ണടച്ചപ്പോ കണ്ടത് പിറ്റേ ദിവസം തൂങ്ങിയാണത് അവന്റെ ശരീരമാണ്. ആ ശരീരത്തെ നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം. അവന്റെ കയ്യിലിരിക്കുന്ന കാസിയിൽ തുളുമ്പുന്ന മുന്തിരിച്ചാറിനെ നോക്കിയിട്ട് അവൻ കണ്ണടച്ചിട്ട് കണ്ടമിടറി കണ്ണു നിറഞ്ഞു പറഞ്ഞു, ഇതെന്റെ രക്തമാണ്. കാരണം അവൻ കണ്ണടച്ചപ്പോ കണ്ടത് പിറ്റേ ദിവസം തൂങ്ങിയാടുന്ന അവന്റെ ശരീരത്തിൽ നിന്ന് കിവിഞ്ഞൊഴുകുന്ന രക്തത്തുള്ളിയാണ്. ആ രക്തത്തുള്ളി നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ പാനം ചെയ്യണം. സ്നേഹമുള്ളവരെ, ഇതുപോലെ ഒരു ദൈവത്തിന് തന്റെ ജീവനെ ചേർത്ത് വെക്കാൻ പറ്റിയത് വേദനയോട് കൂടിയിട്ടാണ്. ആ വേദന നിറഞ്ഞ് ബലിയർപ്പിച്ചിട്ട്, വില കൊടുത്ത് ബലിയർപ്പിച്ചിട്ട്, ആ വിലയോടുകൂടി എന്റെ യേശുവിനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് വില കൊടുത്തിട്ടാണ് എന്റെ കർത്താവിനെ ഞാൻ സ്വീകരിക്കുന്നത്? സ്നേഹമുള്ളവരെ, പെസഹ മാളിക വിലയുള്ള മാളികയാണ്. യേശു ബലിയർപ്പിച്ചത് പെസഹ മാളികയിലാണ്, അവസാനത്തെ തന്റെ ബലി. അതുവരെ യേശു ബലിയർപ്പിച്ചത് മുഴുവൻ കുറെ അകലങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ യേശു തന്റെ പ്രാർത്ഥന ചെലവഴിച്ചത് എവിടെയായിരുന്നു?
എവിടെ? ഗെത്സമേനിയിലെ പ്രദേശങ്ങളാണ് ഈ ജെറുസലേമിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സ്ഥലം. അവിടെയൊക്കെയാണ് യേശു അതുവരെ പെസഹ ആചരിച്ചുകൊണ്ടിരുന്നത് ശിഷ്യന്മാരോട് ചേർന്ന്. കാരണം വിലയില്ലാത്ത സ്ഥലത്തിൽ യേശു അവിടെ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവസാനത്തെ ഈ ബലി അർപ്പിക്കുന്നത് പെസഹ മാളികയിൽ എന്ന് വെച്ചാൽ ഈ ജെറുസലേം ദേവാലയത്തിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ പെസഹ മാളികയാണ് ഏറ്റവും വിലയുള്ള മാളിക. ഈ വിലയുള്ള മാളിക, ഏറ്റവും വിലയുള്ള മാളികയിൽ വില കൊടുത്തിട്ട് വേണം ക്രിസ്തുവിനെ ഈ ബലി അർപ്പിക്കാമെന്ന് യേശുവിന് ബോധ്യം ഉണ്ടായിരുന്നു, തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രമാത്രം വില കൊടുത്തിട്ട് പെസഹ മാളികയിൽ വെച്ച് യേശു ബലി അർപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, എത്രമാത്രം വില കൊടുത്തിട്ടാണ് ഞാൻ ആ ബലി സ്വീകരിക്കുന്നത്, ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റട്ടെ പ്രിയമുള്ളവരെ. 2 സാമുവേൽ 24 അധ്യായത്തിലൊരു സംഭവമുണ്ട്. ദാവീദ് താൻ ചെയ്ത തെറ്റിന് ദൈവം ജനത്തെ ശിക്ഷിക്കാൻ പോവാണ്. ദാവീദ് ദൈവത്തിന് മുമ്പിൽ ചോദിച്ചു, ഞാൻ ചെയ്ത തെറ്റിന് എന്തുകൊണ്ട് എന്റെ ജനത്തെ ശിക്ഷിക്കുന്നു? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കും അദ്ദേഹത്തിന്റെ കണ്ണുനീരിനും അദ്ദേഹത്തിന് ദൈവം പ്രത്യുത്തരം കൊടുത്തു. ഗാദ് പ്രവാചകനിലൂടെ ദൈവം അരുളപ്പാട് കൊടുത്തു, നീ ചെയ്ത തെറ്റിന് നിനക്കൊരു പ്രായശ്ചിത്തം ചെയ്യാൻ, നിന്റെ ജനത്തെ ശിക്ഷിക്കുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയാൻ നിനക്കൊരു അവസരം തരാം. നീ അരവന എന്ന മനുഷ്യന്റെ മെതിക്കളത്തിൽ പോയിട്ട് ബലിയർപ്പിക്കണം. അവിടെ നിന്റെ ബലി ഞാൻ സംപ്രീതനായാൽ ജനത്തെ ഞാൻ ശിക്ഷിക്കില്ല. അദ്ദേഹം മധുരാവലി ഉണർന്ന് തന്റെ മന്ത്രിമാരെയും ബാക്കിയുള്ളവരെ പ്രധാനികളെ എല്ലാം കൂട്ടിക്കൊണ്ട് അരവന എന്ന മനുഷ്യന്റെ മെതിക്കളത്തിലേക്ക് എത്തുകയാണ്. അതിരാവിലെ അദ്ദേഹം വാതിൽ കൊട്ടിയപ്പോ അരവന പുറത്തേക്ക് വന്നു. രാജാവും പരിവാരങ്ങളും ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. അരവന ചോദിച്ചു, അങ്ങ് എന്താണ് ഈ പ്രഭാതത്തിൽ ഇവിടെ? ദാവീദ് പറഞ്ഞു, നിന്റെ മെതിക്കളത്തിൽ എനിക്ക് ബലിയർപ്പിക്കണം, നിന്റെ മെതിക്കളത്തിന്റെ വില നീ പറ. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഈ പ്രദേശം മുഴുവൻ, ഈ രാജ്യം മുഴുവൻ അങ്ങനെയതല്ല, എന്നിട്ട് അന്ന് തന്നെ വില ചോദിക്കുന്നു. ദാവീദ് പറഞ്ഞു, ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, വിലയില്ലാത്ത ബലി ഞാൻ ദൈവത്തിന് അർപ്പിക്കില്ല. വിലയില്ലാത്ത ബലി ഞാൻ ദൈവത്തിന് അർപ്പിക്കില്ല. സ്നേഹമുള്ളവരെ, വിലയില്ലാത്ത ബലി ഞാൻ ദൈവത്തിന് അർപ്പിക്കില്ല എന്ന് പറഞ്ഞ് വില കൊടുത്തിട്ടാണ് ആ മെതിക്കളം മേടിച്ചിട്ട് ദാവീദ് അവിടെ ബലി അർപ്പിച്ചത്. ആ വില കൊടുത്ത് അർപ്പിച്ച ബലിയാണ് ദൈവം അവിടെ സ്വീകരിച്ചത്. ചോദ്യം, എന്ത് വില കൊടുത്തിട്ടാണ് എന്റെ യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നത്? ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ നാവ് നീട്ടിക്കൊടുക്കുമ്പോഴും എന്ത് ത്യാഗം എടുത്തിട്ടാണ്, എന്ത് വില കൊടുത്തിട്ടാണ്, എന്ത് ബലി കഴിച്ചിട്ടാണ് ഞാൻ എന്റെ കർത്താവിനെ സ്വീകരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കണം. പിറ്റേ ദിവസം അടിച്ച മദ്യത്തിന്റെ ചൂട് പോലും പോകാതെ, മണം പോലും പോകാതെ, കെട്ടുപോലും ഇറങ്ങാതെ തമ്പുരാന്റെ മുമ്പിൽ നാവ് നീട്ടിക്കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കണം എന്നോട് തന്നെ, എന്ത് വില കൊടുത്തിട്ടാണ് ഞാൻ എന്റെ കർത്താവിനെ സ്വീകരിക്കുന്നത്? പുകവലിയുടെ കറ മാറുന്നതിന് മുമ്പ്, കെട്ടുമാറുന്നതിന് മുമ്പ്, പുക മാറുന്നതിന് മുമ്പ് ഞാൻ എന്റെ തമ്പുരാന്റെ മുമ്പിൽ നാവ് നീട്ടി കൊടുത്തപ്പോ ചിന്തിക്കണം, എന്ത് വില കൊടുത്തിട്ടാണ് എന്റെ കർത്താവിന് ഞാൻ ബലിയർപ്പിക്കുന്നത്, എന്ത് ബലി ഞാൻ സ്വീകരിക്കുന്നത്, എന്റെ കർത്താവിനെ ഞാൻ ഉൾക്കൊള്ളുന്നത്. ജഡിക പാപത്തിന്റെ പാപ വഴികളിലൂടെ, അന്ധകാരത്തിന്റെ വഴിയിലൂടെ ഞാൻ നടന്നു നീങ്ങിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ കർത്താവിന് മുമ്പിൽ നാവ് നീട്ടി കൊടുക്കുമ്പോ എന്റെ കർത്താവിന്റെ മുമ്പിൽ നിന്നിട്ട് എനിക്കിന്ന് ചോദിക്കാൻ പറ്റണം, എന്ത് വില കൊടുത്തിട്ടാണ് എന്റെ കർത്താവിനെ ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്? മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടും, കളവ് പറഞ്ഞിട്ടും, വേദനിപ്പിച്ചിട്ടും, മുറിപ്പെടുത്തിയിട്ടും അതേ നാവ് കൊണ്ട് തന്നെ എന്റെ കർത്താവിനെ ഞാൻ സ്വീകരിക്കുമ്പോ എന്നോട് തന്നെ ഞാൻ ചോദിക്കണം, എന്ത് വിലയാണ് എന്റെ കർത്താവിനെ ഞാൻ കൊടുത്തിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ഇതൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പാപമുള്ളിടത്ത് ദൈവം ഉണ്ടാവില്ല, ദൈവമുള്ളിടത്ത് പാപത്തിന് ജീവിക്കാൻ പറ്റില്ല. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് സത്യമായിട്ട് കടന്നു വരണമെങ്കിൽ പാപമില്ലാത്തൊരവസ്ഥ ഉണ്ടാവണം. വെളിപാടിന്റെ പുസ്തകത്തിൽ നാം ആവർത്തിച്ച വചനം, നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്ക് ഞാൻ വന്ന് മുട്ടുകയാണ്, നീ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. യേശുവിന്റെ മുമ്പിൽ നമ്മൾ തുറന്നു കൊടുത്തു, നമ്മൾ നാവ് നീട്ടിക്കൊടുത്തു. നമ്മുടെ കുറവിനെ പറ്റി ചിന്തിക്കാതെ, നമ്മുടെ പാപാവസ്ഥയെ പറ്റി ചിന്തിക്കാതെ നമ്മൾ നീട്ടിക്കൊടുത്തു. അവിടെ ദൈവം കടന്നു വന്നു. പക്ഷേ കടന്നു വന്ന് ദൈവം അനുഭവിക്കുന്ന ഒരു വെപ്രാളമുണ്ട്. പാപമുള്ള എൻ്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്നിട്ട് അനുഭവിക്കുന്ന ഒരു വെപ്രാളം. സ്നേഹമുള്ളവരെ, ആ വെപ്രാളം തമ്പുരാൻ അനുഭവിക്കാതിരിക്കാൻ യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് 1 കൊരിന്ത്യർ 17 അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനഭാഗങ്ങൾ പറയുന്നുണ്ട്. നീ അയോഗ്യതയോട് കൂടിയിട്ടാണ് യേശുവിന്റെ ശരീരവും രക്തവും നീ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എങ്കിൽ നിന്റെ ശിക്ഷാവിധി തന്നെയാണ് നീ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നീ അയോഗ്യതയോട് കൂടിയിട്ടാണ് യേശുവിന്റെ ശരീരവും രക്തവും പാനം ചെയ്യുന്നത്, ഭക്ഷിക്കുന്നത് എങ്കിൽ അവന്റെ ശിക്ഷാവിധി തന്നെയാണ്, നിന്റെ ശിക്ഷാവിധി തന്നെയാണ് നീ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്.
സ്നേഹമുള്ളവരെ, നമ്മുടെ ശിക്ഷാവിധി ഭക്ഷിക്കുന്നവരും പാനം ചെയ്യുന്നവരും ആകാതിരിക്കാൻ എന്ത് ചെയ്യണം? പാപമില്ലാത്ത അവസ്ഥയോടെ വേണം, അശുദ്ധിയില്ലാത്ത അവസ്ഥയോടെ വേണം, നന്മ നിറഞ്ഞ അവസ്ഥയോടെ വേണം നമ്മൾ യേശുവിനെ സ്വീകരിക്കാൻ. പ്രകാശമില്ലാത്ത ഒരു അവസ്ഥയിൽ, അന്ധകാരം നിറഞ്ഞ അവസ്ഥയിലാണ് എൻ്റെ കർത്താവിനെ ഞാൻ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് എങ്കിൽ സ്നേഹമുള്ളവരെ, നരകം ശുദ്ധീകരണം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് കുറേയും കൂടി വിശുദ്ധ കുർബാന സീരിയസ് ആയിട്ട് നമുക്ക് കാണാം. അയോഗ്യതയോടുകൂടി ഭക്ഷിച്ചാൽ നമ്മൾ കടന്നു ചെല്ലുന്നത് അന്ധകാരത്തിലേക്കാണ്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 30-ാം തിരുവചനം, അതിന്റെ സന്ദർഭം ഇതാണ്. യേശു പെസഹ മാളികയിൽ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കുർബാന അർപ്പണം നടത്തുകയാണ്, ആദ്യത്തെ ബലി സ്ഥാപനം നടക്കുകയാണ്. അവിടെ ബലി സ്ഥാപിക്കുമ്പോൾ യേശു കുർബാന അർപ്പണ വചസ്സുകളെല്ലാം പറഞ്ഞതിന് ശേഷം ആദ്യമേ യൂദാസിന്റെ നാവിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ചെയ്യാനുള്ളത് ചെയ്യ്. അവൻ ഇറങ്ങിപ്പോയി. തിരുവചനം പറയുന്നു, അവൻ ഇറങ്ങിപ്പോയി. ഇരുട്ടിലേക്കാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്, രാത്രിയിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്, അന്ധകാരത്തിലേക്കാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചവൻ നടന്നു പോകുന്നത് അന്ധകാരത്തിലേക്കാണ്, അശുദ്ധിയിലേക്കാണ്, പാപത്തിലേക്കാണ്, ക്രിസ്തുവിനെ കൊലക്കി കൊടുക്കാനാണ്. അയോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്കും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, കണ്ണുനീരോടുകൂടി കണ്ടമിടറി ദൈവം ചോദിക്കുന്ന ചോദ്യം, എന്നെ തള്ളിപ്പറയാനും ഒറ്റക്കൊടുക്കാനും കൊല വിളിക്കാനും അല്ലേ നീ ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചത്? സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന അയോഗ്യതയോടുകൂടി ഒരിക്കലും നമ്മൾ സ്വീകരിക്കല്ലേ. പാപത്തിന്റെ അവസ്ഥയോടുകൂടി എൻ്റെ കർത്താവിനെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിക്കല്ലേ. എൻ്റെ തമ്പുരാന് വില കൊടുത്തിട്ട് വേണം ബലി ഞാൻ അർപ്പിക്കാനായിട്ട്. വിലയില്ലാത്ത ബലി ഞാൻ എൻ്റെ ദൈവത്തിന് അർപ്പിക്കാൻ പാടില്ല. വിലയില്ലാത്ത ബലി എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ വില കൊടുത്ത് സ്നേഹത്തോടു കൂടി നമുക്ക് തമ്പുരാനെ സ്വീകരിക്കാനും അവന്റെ രക്തം പാനം ചെയ്യാനും നമുക്ക് പറ്റട്ടെ. അങ്ങനെയാകുമ്പോൾ മരണമില്ലാത്തൊരു ജീവൻ നമുക്കുണ്ടാവും. മരണം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ശാരീരികമായ മരണമല്ല, അതിനപ്പുറത്ത് നിത്യ നരകാഗ്നിയിലേക്കുള്ള ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുത്ത് ജീവിച്ച ഒരു മനുഷ്യനെയും ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരുപാട് വിശുദ്ധർ നമ്മുടെയൊക്കെ മാതൃകയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപാട് വിശുദ്ധർ. ഈ കഴിഞ്ഞ എറണാകുളം ആ ഭാഗത്ത് ജസ്ന, ഞാൻ പേര് പെട്ടെന്ന് പറഞ്ഞു, ജീസസ് യൂത്തിൽ ഒരു പെൺകുച്ച് ജസ്ന നിങ്ങളുടെ പെൺകുച്ചിന്റെ പേര്. ജീസസ് യൂത്ത് വിശുദ്ധ കുർബാന ഒരുപാട് സ്നേഹിച്ച ഒരു വിശുദ്ധയായ പെൺകുട്ടി. ഞാൻ പ്രതീക്ഷിക്കുന്നു ആ പെൺകുട്ടിയൊക്കെ വിശുദ്ധയായിട്ട് മാറുമെന്ന്. അവൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കും. അവൾക്ക് ക്യാൻസർ ആണ്. എവിടെയാ? തൊണ്ടയിൽ ക്യാൻസർ. ആ തൊണ്ടയിൽ ക്യാൻസർ വെച്ചിട്ട് അവൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കും. മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് വൈദികൻ ആശുപത്രി കിടക്കിൽ കിടക്കുന്ന ഈ പെൺകുട്ടിയുടെ മുമ്പിലേക്ക് വിശുദ്ധ കുർബാനയായിട്ട് വരും. ആ കുർബാനയെ നോക്കിയിട്ട് അവൾ 1 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം അച്ഛനും അവിടെ തന്നെ ഇരിക്കും. ആ 1 മണിക്കൂറിന് ശേഷം പെൺകുട്ടിയുടെ നാവിലേക്ക് വിശുദ്ധ കുർബാന വെച്ചു കൊടുക്കും. വളരെ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ അവൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, നാളുകൾ കടന്നുപോയി. ഈ പെൺകുഞ്ഞ് മരിച്ചു. പക്ഷേ ഇന്നും ആ പെൺകുഞ്ഞിന്റെ ദീപ്തമായ സ്മരണ ഇന്ന് ഈ ലോകത്തിൽ നിലനിൽക്കുകയാണ്. കാരണം അവൾക്ക് ഈശോയോടുള്ള സ്നേഹം, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, ആ വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയത് കൊണ്ട് അവൾക്ക് അവളുടെ മരണം ഒരിക്കലും ഒരു പേടിയായിരുന്നില്ല. നമുക്ക് ദൈവത്തോട് എത്രമാത്രം നമുക്ക് ചേർന്ന് നിൽക്കുന്നോ, എത്രത്തോളം ദൈവത്തിന്റെ ഹൃദയത്തോട് നമുക്ക് ചേർന്ന് നിൽക്കുന്നോ, അപകടങ്ങൾ നമുക്ക് ഭീതിയല്ല, മരണം നമുക്ക് പേടിയല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള വേദനകളും നിസ്സാരമാണ്. കാരണം എൻ്റെ കണ്ണീർ തുടക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. എൻ്റെ മുമ്പിലുള്ള ബോധ്യം എനിക്കുണ്ടാവും. സ്നേഹമുള്ളവരെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. സ്നേഹനാഥനായ ഈശോയെ, വിശുദ്ധ കുർബാന അത് ദൈവമേ നീ എനിക്ക് തന്ന സമ്മാനമാണ്. വ്യക്തിപരമായി എനിക്ക് തന്ന സമ്മാനം. മാമോദിസ ജലത്തിലൂടെ എന്നെ നിന്റെ ഭാഗമാക്കിയതിന്, സ്വന്തമാക്കാൻ കൃപ തന്നതിന് നന്ദി പറയുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ ആ വിശുദ്ധമായ ശരീരം എൻ്റെ ശരീരത്തിലേക്ക് വെച്ചു തന്നതിന് നന്ദി പറയുന്നു. സ്ഥൈര്യലേപനം എന്ന ഉദാശയിലൂടെ എൻ്റെ തമ്പുരാനെ സ്വന്തമായി എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിച്ചതിന് നന്ദി പറയുന്നു. ഓരോ ഉദാശയും ദൈവമേ എനിക്ക് നിന്നെ സ്വന്തമാക്കാനിടമാണ്. ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഓരോ പ്രാവശ്യം കുമ്പസാരിക്കുമ്പോഴും ഞാൻ സ്വന്തമാക്കുന്നത് നിന്നെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ വേദനയോടെ തിരിച്ചറിയുകയാണ്, എൻ്റെ പിന്നാമ്പുറ ജീവിതത്തിലേക്ക് നോക്കി ഒരുപാട് കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പരിമിതികളും പോരായ്മകളും പാപാവസ്ഥകളും അന്ധകാരവും നിറഞ്ഞതായിരുന്നു എൻ്റെ ജീവിതം. എല്ലാത്തിനും മാപ്പ്. ഇന്നു മുതൽ പുതിയൊരു ജീവിതമാണ്. എൻ്റെ പഴയ ജീവിതത്തെ പൗലോസ് പറയും പോലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ഞാനിവിടെ കുറിക്കുകയാണ്.
യേശുവേ നിന്നെ അനുഭവിക്കും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആരാധനയിൽ എൻ്റെ യേശു എന്നെ തൊടണം, യേശു എന്നെ സൗഖ്യപ്പെടുത്തണം. എൻ്റെ എല്ലാ പൈശാചിക ബന്ധനങ്ങളും ആധിപത്യങ്ങളും എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകണം. ദൈവമേ, നീയും ഞാനും മാത്രമാണ് ഈ സമയം. കൊച്ചുത്രിച്ച് പറയും, എന്താണ് പ്രാർത്ഥന? ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള സ്നേഹ സംഭാഷണമാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ കൂട്ടുകാരും ഞാനും തമ്മിലുള്ള, എൻ്റെ കൂട്ടുകാരും യേശുവും തമ്മിലുള്ള സ്നേഹ സംഭാഷണമല്ല, ഞാനും എൻ്റെ യേശു എന്ന് പറഞ്ഞാൽ വ്യക്തിപരമാണ് ഓരോ പ്രാർത്ഥനയും. ആ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ യേശുവിനെ കണ്ടുമുട്ടാം, അറിയാം, അനുഭവിക്കാം. സന്തോഷത്തോടെ, ഏറ്റവും ആത്മാർത്ഥം നിറഞ്ഞ പ്രാർത്ഥനയോടെ. അവനോ അവളോ എന്നെ കാണാനില്ല, എൻ്റെ യേശു മാത്രം എന്നെ കാണാൻ. അത്രയും തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അത്യാവശ്യം ഒന്ന് ഫ്രഷപ്പ് ആവണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ ഒന്ന് പുറത്തു പോയി എത്രയും പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ചേട്ടന്മാരകത്തേക്ക് പ്രവേശിക്കാവോ? 2-3 പേര് പോകുന്നുണ്ടല്ലോ. പോകുന്നവർ ഓക്കെ. നമുക്ക് ഈ കസേരകള് അമ്മച്ചിമാർക്ക് അപ്പച്ചിമാർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ കസേര പരമാവധി സൈഡിലേക്ക് ഇടാവോ? നമുക്ക് അത്യാവശ്യമുള്ളവർ മാത്രം സൈഡിൽ 2 നിരയിട്ട് കസേര ഇട്ടോ, ഇവിടെ ഇരുന്നോ. ഒരു നിവൃത്തി ഇല്ലാത്തവര്, മുട്ടുകുത്താൻ ഒന്ന് നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം 2 സൈഡിൽ കസേര നമുക്ക് ഇടാം. ബാക്കിയുള്ളവര് ഒന്ന് സൈഡുകളിൽ കസേരകളിട്ട് പുറത്തുള്ള പരമാവധി പേരകത്തേക്ക് കയറട്ടെ. Hello, check, hello, check, hello, check, check. പുറത്തുള്ളവരെല്ലാം ദയവായിട്ട് അകത്തേക്ക് പ്രവേശിക്കാവോ?
ഇപ്പൊ ഇഷ്ടംപോലെ സ്ഥലമായി. ഇനി സ്ഥലമില്ല എന്ന് പറഞ്ഞ ആരും പുറത്തിരിക്കല്ലേ. ദയവായിട്ട് എല്ലാവരും അകത്തേക്ക് കയറാവോ? ക്രിസ്തുവിനെ കാണുന്നതിൽ നിന്ന് തടസ്സം ഉണ്ടാവരുത്. നമ്മളായിട്ട് തടസ്സം സൃഷ്ടിക്കല്ലേ. ഒന്നകത്തേക്ക് കയറി ചേട്ടന്മാര്, ചേച്ചിമാര്. സ്നേഹമുള്ളവരെ, നമ്മള് ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കും, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. തമ്പുരാൻ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവനിലേക്ക് തൻ്റെ ആത്മാവിനെ അയക്കുകയാണ്. നമ്മുടെ രോഗങ്ങൾ ദൈവം സുഖപ്പെടുത്തുകയാണ്. നമ്മളെ ജീവിതം എന്തെങ്കിലും അശുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ദൈവം ബഹിഷ്കരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല, സാരമില്ല. വളരെ വളരെ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഏറ്റവും തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് ഞാനിപ്പോൾ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ നിങ്ങളുടെ നിയോഗം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മനസ്സിൽ അവിടെ ദൈവം ഇടപെടട്ടെ. ഏറ്റവും ശക്തമായിട്ട് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഞാൻ ഈ കൈവച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തെങ്കിലും ഇരുന്നോ. ഞാൻ വരുന്ന ആ സമയത്ത് നിങ്ങൾ മുട്ടുകുത്തിയാലും മതി, കുഴപ്പമില്ല. നിങ്ങൾ കുറേ സമയം മുട്ടുകുത്തി നിൽക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നമുക്ക് ത്യാഗം അനുഷ്ഠിച്ച് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. വിലയില്ലാത്ത ബലി ഞാൻ ദൈവത്തിന് അർപ്പിക്കില്ല. വില കൊടുത്ത് യേശുവിന്റെ സൗഖ്യവും കൃപയും അനുഗ്രഹവും നമുക്ക് സ്വന്തമാക്കാം. സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു സ്വർലോകനാഥനമസിഹാ. ശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനമസിഹാ. ഹല്ലേലൂയാ, 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 പരിശുദ്ധമായ അൾത്താരയിൽ എന്നെ കാണാൻ, നിങ്ങളെ കാണാൻ, നമ്മളെ കാണാനായിട്ട് കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. എത്രയോ വലിയ കാരുണ്യമാണ് അവിടെ നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവം മക്കൾ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു. അതങ്ങനെയാണ് താനും.
ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മളെ ഉയർത്തി നമ്മളെ സ്വന്തമാക്കി തൻ്റെ ജീവൻ നൽകി, ശരീരം നൽകി, രക്തം നൽകി, തൻ്റെ പീഡാസഹനത്തിലൂടെ, മരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെ സ്വന്തമാക്കിയവൻ ഇന്ന് നമ്മളെ ഒരിക്കൽ കൂടി തൻ്റെ ശങ്കോട് ചേർത്ത് അണയ്ക്കുകയാണ്. 99 മരുഭൂമിയിൽ വിട്ടിട്ട് ഈശോ ഒന്നിൻ്റെ പുറകെ പോകാൻ കാരണം, നന്മയുള്ള, നിറവുള്ള, പാപമില്ലാതെ 99നേക്കാൾ കൂടുതൽ ഈശോ സ്നേഹിച്ചത് കുറവുള്ള എന്നെയായിരുന്നു, നിങ്ങളെയായിരുന്നു. അതുകൊണ്ടാണ് 99 വിട്ടിട്ട് യേശു എൻ്റെയും നിങ്ങളുടെയും പിന്നാലെ വന്നത്. ഒന്നായിട്ട് എന്നെയും നിങ്ങളെയും പരിഗണിച്ചിട്ട് അവൻ തോളിലേക്ക് എടുത്തു വെച്ചിട്ട് നമ്മളെ താലോലിച്ചത്, തലോടിയത്, നിറകിയിൽ മുത്തം തന്നത്. സ്നേഹമുള്ളവരെ, ആ യേശു എൻ്റെ കുറവുകൾ കാണുന്ന, എൻ്റെ ബലഹീനതകൾ കാണുന്ന, എൻ്റെ പരിമിതികൾ കാണുന്ന, എൻ്റെ പോരായ്മകൾ കാണുന്ന എൻ്റെ ഈശോ, എൻ്റെ തമ്പുരാൻ, എൻ്റെ ദൈവം ഇന്ന് എന്നിലേക്ക് കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, യാക്കോബ് പുഴക്കരയിൽ ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയാണ്. അവൻ മൽപ്പിടുത്തത്തിനിടയിൽ തിരിച്ചറിയുന്നത് ദൈവദൂതനാണ്. അവൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചാലല്ല എന്ന് ഞാൻ വിടില്ല. സ്നേഹമുള്ളവരെ, രാവിലെ വരെ ഈ മൽപ്പിടുത്തം തുടർന്നു. അനുഗ്രഹിച്ചിട്ടാണ് ദൈവദൂതൻ പോയത്. കാരണം അവൻ്റെ മൽപ്പിടുത്തത്തിൻ്റെ കാരണം അനുഗ്രഹം വേണമെന്നുള്ള നിശ്ചയദാർഢ്യമായിരുന്നു. ഈ നിശ്ചയദാർഢ്യത്തിൽ നിന്നിട്ട് നമുക്ക് ആഗ്രഹത്തോടെ, തീവ്രമായി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കാം. യേശുവേ, എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നീ പോവല്ലേ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയൻ സൂര്യൻ, രാജാതിരാജനം മശിഹാ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയൻ സൂര്യൻ, രാജാതിരാജനം മശിഹാ. ഹല്ലേലൂയാ, 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, യേശുവേ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ഹല്ലേലൂയാ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, യേശുവേ, 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 ആരാധന, സ്തുതി, യേശുവേ, യേശുവേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ, യേശുവേ, ഹല്ലേലൂയാ, 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 യേശുവേ, ഹല്ലേലൂയാ, 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 യേശുവേ, 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 ആരാധന, 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 യേശുവേ, ഹല്ലേലൂയാ, 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 യേശുവേ, ഹല്ലേലൂയാ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയാ, 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 യേശുവേ, 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 ഹല്ലേലൂയാ, 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 ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, ആരാധന, യേശുവേ, യേശുവേ, ആരാധന, യേശുവേ, മഹത്വം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. നിറ
പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ആരാധന, ആരാധന. ഈശ്വരാധന, ആരാധന, ആരാധന. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിൻ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ.
പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ജെറമിയ ഹെസക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. യേശയ്യ ജെറമിയ ഹെസക്കിയേൽ പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. യോയേൽ പ്രവചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. യോയേൽ പ്രവചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. ഞങ്ങളെ സ്തുതിക്കുന്നു യേശുവേ. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ഈശ്വരാധന യേശുവേ. ഈശ്വരാധന ആരാധന ആരാധന. ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന
ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നവരെയും ലബ്രാനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, 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 ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, ആരാധന, യേശുവേ, അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, യേശുവേ, ആരാധന, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, 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 ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ, ആരാധന, സ്തുതിക്കുന്നു. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലി പ്രാർത്ഥനയിൽ ഒരു കൈനാളം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ,
ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിലിറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിലിറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആരാധന യേശുവേ, ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. യേശു ആരാധന, ആരാധന. താഴ്ന്ന സ്വരത്തിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ. സൗഖ്യദായകൻ മുറിവുകളാൽ സൗഖ്യം യഹോവ ശമ്മാ കൂടെയിരിക്കും നൽകുമവൻ എന്നാവശ്യങ്ങൾ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് ഈശോ മാത്രം മതി ഈശോ മാത്രം മതി ഈശോ മാത്രം മതി എനിക്ക് ഈശോ മാത്രം മതി ഈശോ മാത്രം മതി
ഈശോ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം സൃഷ്ടാവാം ദൈവം നിൻ വചനത്താലുളവായെല്ലാം. യഹോവ ഏലിയോ അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ എന്നാവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഈശോ മാത്രം മതി, ഈശോ മാത്രം മതി, ഈശോ മാത്രം മതി എനിക്ക്. ഈശോ മാത്രം മതി, ഈശോ മാത്രം മതി, ഈശോ മാത്രം മതി എനിക്ക്. ഈശോ മാത്രം മതി, ഈശോ മാത്രം മതി, ഈശോ മാത്രം മതി എനിക്ക്. യഹോവ എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. യഹോവ എൻ സമാധാനം നൽകി എന്നിൽ ശാന്തി എന്നും. യഹോവ കൂടെയിരിക്കും, നൽകുമവൻ എന്നാവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി
സ്വരത്തിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 സ്തുതി കർത്താവേ, ആരാധന. യേശുവേ, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, 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 ആരാധന. യേശുവേ, 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 സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. എൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ മൊഴികൾ മാത്രം മതി. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. കരങ്ങൾ യാചനാ രൂപത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെറിയ സ്വരത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ദൈവസന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ. മരിച്ചവരിൽ ഉയർപ്പിച്ച രോഗികളെ വിടുവിച്ച കൊടുങ്കാറ്റിനെ അടക്കി
യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദു സ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ കർത്താവേ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. എൻ്റെ അവസ്ഥകൾ മാറിയിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. എൻ്റെ അവസ്ഥകൾ മാറിയിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദു സ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദു സ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ആരാധന ആരാധന. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ
കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിക്കാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിക്കാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. നമുക്കെല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. ചെറിയ സ്വരത്തിൽ നമുക്ക് സ്തുതിക്കാം. യേശുവേ ആരാധന ആരാധന യേശുവേ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ
നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചസ്വരത്തിൽ നിന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഉയർന്ന സ്വരത്തിൽ സ്തുതിക്കട്ടെ, ഉച്ചസ്വരത്തിൽ സ്തുതിക്കട്ടെ, ആത്മാർത്ഥതയോടെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം, അഭിഷേകം കടന്നു വരുന്ന സമയമാണ്. സൗഖ്യവും കൃപയും കടന്നു വരുന്ന സമയമാണ്. ആത്മാവും ജ്വലിപ്പിക്കുന്ന സമയമാണ്. യേശുവേ ബന്ധനങ്ങൾ അഴിയുന്ന, കെട്ടുകൾ പൊട്ടുന്ന, അഭിഷേകം നിറയ്ക്കുന്ന സമയം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഉച്ചസ്വരത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധനയാ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. യേശുവേ 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 നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മടുത്തോ മടുത്തോ? സന്തോഷമാണോ? നിങ്ങൾ വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? ചെറുതായിട്ട് വിശക്കുന്നുണ്ടല്ലേ? മുട്ടുകുത്തിന്ന് മടുത്തല്ലേ? ഏതായാലും ഇച്ചിരി ലേറ്റ് ആയി. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലോ? കുഴപ്പമില്ല, 5 മിനിറ്റ്. ഓക്കെ. ഇന്നലെ നമ്മൾ പഠിച്ച പാട്ട് ഒന്ന് ആഘോഷമായിട്ട് പാടി, ഒന്ന് ജസ്റ്റ് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് ഒന്ന് കൈയൊക്കെ അടിച്ച് ആഘോഷമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആഘോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് 2 സ്റ്റെപ്പൊക്കെ ഒക്കെ. ദൈവത്തെ ആരാധിക്കാം സന്തോഷത്തോടെ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാം. സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത് വന്നവരൊക്കെ ഉണ്ടോ? സന്തോഷത്തോടെ ആഘോഷത്തോടെ യേശുരാജനെ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാം. താളത്തിലൊക്കെ കൈയടിക്കുക. നന്മയ്ക്കായി മാത്രമേ ചെയ്യുന്നെല്ലാം
കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? നന്മയ്ക്കായി മാത്രമേ യേശു ചെയ്യുന്നല്ല. കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കിടുന്നു. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈയൊരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. ഒരു അരമണിക്കൂറിൽ ലേറ്റ് ആയി, കുഴപ്പമില്ലല്ലോ, പരിഭവമൊന്നുമില്ല, സോറി കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ലേറ്റ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇനിയും താമസിക്കാതെ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ. നിങ്ങൾ രാവിലെയാണ്, നിങ്ങൾക്ക് അറിയാലോ, നാളത്തെ നമ്മുടെ ശുശ്രൂഷ, അച്ഛൻ അതിനെ പറ്റിയൊക്കെ പറയും. നിങ്ങൾ നാളെ വരുന്നതിന് മുമ്പ് നമ്മുടെ യോഹന്നാൻ 2, ഏതാ അത്? യോഹന്നാൻ 2 ഏതാ? കാനായിലെ കല്യാണ വിരുന്ന്. അത് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരണം. ഒരു പ്രാവശ്യം കാനായിലെ കല്യാണ വിരുന്ന് വായിച്ചിട്ട് വരണം. ഞാൻ ഒരു സമ്മാനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ കൊന്തയല്ലേ ഇവര്? 10 കൊന്തയിൽ ആരെങ്കിലും ഉണ്ടോ? 10 കൊന്തയിൽ ഒരു കൈവയ്ക്ക്, പെട്ടെന്ന് കൈവയ്ക്ക്. 10 കൊന്ത ഒരാളെ ഉള്ളോ? എനിക്ക് പൊക്കം കുറവായതുകൊണ്ടാണോ, അമ്മച്ചിക്ക് പൊക്കം കുറവായതുകൊണ്ടാണോ? കാണുന്നില്ല. ഓക്കെ, അമ്മച്ചി നാളെ ഞാൻ സമ്മാനം തരാം കേട്ടോ. 10 ആണ് ഏറ്റവും കൂടുതൽ അല്ലേ? എന്നാ വെച്ച് 11? ഫാന്റാസ്റ്റിക്. അപ്പൊ നാളെ സമ്മാനം തരാം കേട്ടോ. അപ്പൊ അമ്മച്ചി ഒന്ന് കണ്ടിട്ട് പോണേ. ഓക്കെ, അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും പറയും. 1-2 അറിയിപ്പുകൾ നാളത്തെക്കുറിച്ച്. നാളത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുക രാവിലെ 8 മണിക്കായിരിക്കും. 8 മണിക്ക് കുരിശിൻ്റെ വഴി, അതിനുശേഷം 8:30 വിശുദ്ധ കുർബാന, അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർവെല്ലുണ്ട്, കാപ്പി ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു. അതിനുശേഷം നമ്മുടെ ടോക്കുകളും ക്ലാസ്സുകളും ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടായിരിക്കും. 1 മണി 1:15 ആകുമ്പോഴേക്ക് നമ്മൾ അവസാനിപ്പിക്കും. എല്ലാവർക്കും ഉച്ചഭക്ഷണം കൂടി നാളെ നമ്മൾ കരുതുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇന്ന് കുർബാനയ്ക്ക് ശേഷം ഇന്നലെ പോലെ തന്നെ നമുക്ക് ഭക്ഷണമുണ്ട്. ഭക്ഷണം നിങ്ങൾ സ്വീകരിച്ചിട്ട് വേണം പോകാനായിട്ട് എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ധ്യാനത്തിനായിട്ടുള്ള സ്തോത്ര കാഴ്ച നമ്മൾ നാളെ എടുക്കും. സാധിക്കുന്ന എല്ലാവരും തന്നെ സ്തോത്ര കാഴ്ചയിൽ നന്നായിട്ട് നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ അറിയിക്കുന്നു. നമുക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കഞ്ഞുടിക്കാനായിട്ട് പോകും. അമ്മക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അപ്പമില്ലാതാകുമ്പോൾ അമ്മേ അമ്മേ തായേ
അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ, അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ, ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ പ്രലോഭനങ്ങൾ പെരുകുമ്പോൾ, അമ്മേ അമ്മേ തായേ പ്രലോഭനങ്ങൾ പെരുകുമ്പോൾ, പ്രലോഭനങ്ങളെ ജയിച്ചവനെ ഞാൻ ആരാധിക്കുന്നു. പ്രലോഭനങ്ങളെ ജയിച്ചവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു.